മൂർത്തിത്വേ പരികൽപ്പിതഃ ശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമരജ്യോതിഷാം. ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂര്യനെ കുറിച്ച് പഠിച്ചു. ഇനി സൂര്യനെ കുറിച്ച് കുറച്ചുകൂടി പഠിക്കാനുണ്ട്. സൂര്യൻ ഓരോ ഭാവങ്ങളിൽ നിന്നാലുള്ള ഫലമുണ്ട്. അത് നമുക്ക് ചിങ്ങം രാശി പഠിച്ചിട്ട് അത് പഠിക്കാം. സൂര്യന്റെ രാശിയാണ് ചിങ്ങം രാശി. അതുകൊണ്ടാണ് സൂര്യൻ പഠിച്ചിട്ട് ഉടൻ തന്നെ ചിങ്ങം രാശി പഠിക്കുന്നത്. രണ്ടും കണക്റ്റഡ് ആണ്. സൂര്യന് പറയുന്നത് ചിങ്ങം രാശിക്ക് ബാധകം വരും, ചിങ്ങം രാശിക്ക് ലിങ്കാണ്. അതാണ് അങ്ങനെ ഒരുമിച്ച് പഠിക്കുന്നത്. ചിങ്ങം രാശി പഠിച്ചിട്ട് സൂര്യൻ ഓരോ ഭാവങ്ങളിൽ നിന്നാലുള്ള ഫലവും കൂടി നോക്കണം. അത് ഓരോരോ പോയിന്റ് ഇട്ട് കാണാതെ പഠിക്കാനേ ഉള്ളൂ. അപ്പോൾ ചിങ്ങം രാശി കാലപുരുഷന്റെ 5ാം രാശി. കാലപുരുഷൻ എന്ന് പറയുന്നത് കാലപുരുഷന്റെ 1ാം രാശി മേടം, 2 ഇടവം, 3 മിഥുനം, 4 കർക്കടകം, 5 ചിങ്ങം, 5ാം രാശി. 5ാം രാശി എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ ഏത് ഭാഗത്തിനെ സൂചിപ്പിക്കുന്നു? ഉദരഭാഗത്തെ സൂചിപ്പിക്കുന്നു. ഹൃദയത്തിന്റെ അടിഭാഗവും ഉദരവും അടങ്ങുന്ന സ്ഥലമാണ്. ഹൃദയത്തിന്റെ അടിഭാഗവും ഉദരവും അടങ്ങുന്ന സ്ഥലത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ചിങ്ങം രാശി പറയുമ്പോൾ ഈ ശരീരത്തിന്റെ ഈ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടെ പറയേണ്ടി വരും എന്നാണ് എൻ്റെ അർത്ഥം. ഉദരഭാഗം, ശരീരത്തിന്റെ ഉദരഭാഗത്തെ സൂചിപ്പിക്കുന്നു. ചിങ്ങം രാശി ശരീരത്തിന്റെ ഉദരഭാഗം. വേറെ 5ാം ഭാവം കൊണ്ട് നമുക്ക് ചിന്തിക്കാനുള്ളത് എന്തെന്ന് ചോദിച്ചാൽ മനസ്സിനെ ചിന്തിക്കാം. അപ്പോൾ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരും. സന്താനങ്ങളെ ചിന്തിക്കാം. സന്താനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിനകത്ത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വഴിയാമണ്ണം ഇന്ന് തന്നെ നോക്കാം. പറഞ്ഞു വരുമ്പോൾ ഓരോ കാര്യങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ രാശി പറയുമ്പോൾ അതൊക്കെ വരും. പിന്നെ ഇത് സൂര്യന്റെ സ്വക്ഷേത്രമാണ്. സൂര്യന്റെ സ്വക്ഷേത്രവും മൂലത്രികോണമാണ്. ഇവിടെ ആർക്കും ഉച്ചമോ നീചമോ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേടത്തില് സൂര്യന് ഉച്ചം, ശനിക്ക് നീചം. ഇടവത്തില് ചന്ദ്രന് ഉച്ചം. കർക്കടകത്തില് വ്യാഴത്തിന് ഉച്ചം, ചൊവ്വയ്ക്ക് നീചം. അതുപോലെ ചിങ്ങത്തില് ഒരു ഗ്രഹത്തിനും ഉച്ചവുമില്ല, ഒരു ഗ്രഹത്തിനും നീചവുമില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഉച്ച നീചത്വങ്ങളില്ലാത്ത രാശി. ഒരു ഗ്രഹത്തിനും ഉച്ചവുമില്ല, ഒരു ഗ്രഹത്തിനും നീചവുമില്ല. ചിങ്ങം രാശിയിലുള്ള ഒരു ജാതകമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അത് നോക്കണം. ചിങ്ങ ലഗ്നത്തിൽ ജനിച്ച ഒരാളിന്റെ ജാതകമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതെല്ലാം നോക്കിക്കൊള്ളണം. എല്ലാവരും നോക്കിക്കൊള്ളുക. ചിങ്ങ ലഗ്നത്തിൽ ജനിച്ച ഒരാളിന്റെ ജാതകം അതൊന്ന് നോക്കിക്കൊണ്ടാൽ മാത്രം മതി. നോക്കിയിട്ട് ഞാൻ കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ നോക്കി പറഞ്ഞുതരാം. അപ്പോൾ ചിങ്ങം കാലപുരുഷന്റെ 5ാം രാശി ശരീരത്തിന്റെ ഉദരഭാഗത്തെ സൂചിപ്പിക്കുന്നു. 5ാം ഭാവമായതുകൊണ്ട് ശരീരത്തിന്റെ ഉദരഭാഗം, മനസ്സ്, സന്താനമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊണ്ടുവരും. ഈ ചിങ്ങം രാശിയിൽ ഉൾക്കൊണ്ടുവരും. സന്താനത്തിനെ കുറിച്ച് എന്തെങ്കിലും ഒരു പ്രത്യേക അഭിപ്രായം അവിടെ പറയേണ്ടി വരും. അതുപോലെ മനസ്സിനെ കുറിച്ച് പറയേണ്ടി വരും, ഉദരത്തിനെ കുറിച്ച് പറയേണ്ടി വരും. അതൊക്കെ രാശി പഠിക്കുമ്പോൾ പഠിച്ചു വരാം. ഇനി അവിടുത്തെ ചിഹ്നം വന്നിട്ട് സിംഹമാണ്. അവിടുത്തെ ചിഹ്നം സിംഹത്തിന്റെ സ്വഭാവം അറിയാമല്ലോ. ആ രാശി റോയൽ രാശിയാണ്. സൂര്യൻ നമുക്കറിയാം റോയൽ പ്ലാനറ്റ് അല്ലെങ്കിൽ രാജകീയ ഗ്രഹമാണ്. നേരത്തെ പഠിച്ചു കാലാത്മാദിനകൃത്. സൂര്യൻ ആത്മബലം കൊടുക്കേണ്ട ആളാണ്. പിതാവിനെ സൂചിപ്പിക്കുന്നു. ദേവന്മാരിൽ ശിവനെ സൂചിപ്പിക്കുന്നു. രാജാവാണ്. അവിടുത്തെ അധികാരത്തിൽ വരുമ്പം രാജാവിനെ സൂചിപ്പിക്കുന്ന ഗ്രഹം സൂര്യനാണ്. അപ്പോൾ റോയൽ പ്ലാനറ്റ് അല്ലെങ്കിൽ രാജഗ്രഹം എന്ന് പറയുന്നുണ്ട്. അപ്പൊ രാജഗ്രഹമാവുമ്പോൾ അല്പം തീഷ്ണതയും അധികാരത്തിന്റെ പ്രശ്നം എല്ലാം ഉണ്ടാവും. അധികാരത്തിന്റെ രാശിയാണ്, അധികാര രാശി എന്നാണ് അറിയപ്പെടുന്നത്. റോയൽ രാശി അധികാരത്തിന്റെ രാശിയാണ്. ഇവിടെ ഒരു ഗ്രഹത്തിനും ഉച്ചവുമില്ല, ഒരു ഗ്രഹത്തിനും നീചവുമില്ല. സൂര്യന് സ്വക്ഷേത്രം മൂലത്രികോണം, സൂര്യന് സ്വക്ഷേത്രവും മൂലത്രികോണമാണ് ഇവിടത്തെ.
പിന്നെ ഇതിനെ ക്ഷത്രിയ രാശി എന്ന് പറയുന്നുണ്ട്. രാശികളെ ബ്രാഹ്മണ രാശി, ക്ഷത്രിയ രാശി, വൈശ്യരാശി, ശൂദ്രരാശി എന്നൊക്കെ ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. അതിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത് ക്ഷത്രിയ രാശി. അതൊന്നും ഇന്നത്തെ കാലത്ത് വലിയ ഒരു പ്രാധാന്യം ഉള്ളതല്ല. അപ്പോൾ രാശിയെക്കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് പറയുമ്പോൾ കാലപുരുഷന്റെ 5-ാം രാശി ശരീരത്തിന്റെ ഉദരഭാഗത്തെ സൂചിപ്പിക്കുന്നു. കൂടാതെ സന്താന വിഷയങ്ങൾ, മനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ ഉൾക്കൊണ്ടുവരുന്നു. ഇവിടുത്തെ അടയാളം സിംഹമാണ്. ഒരു ഗ്രഹത്തിനും ഉച്ചവുമില്ല, ഒരു ഗ്രഹത്തിനും നീചവുമില്ല. ഇവിടുത്തെ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെ വരും? ആരെങ്കിലും പറഞ്ഞു നോക്കണം. മകം, പൂരം, ഉത്തരത്തിന്റെ ആദ്യത്തെ കാൽഭാഗം. മകം, പൂരം, ഉത്തരത്തിന്റെ കാൽഭാഗമാണ് ഇവിടുത്തെ നക്ഷത്ര സമൂഹം എന്ന് പറയുന്നത്. ചിങ്ങം രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്തരത്തിന്റെ കാൽ അടങ്ങുന്ന 9 പാദങ്ങളാണ്. മകത്തിന്റെ 4 പാദം, പൂരത്തിന്റെ 4 പാദം, ഉത്തരത്തിന്റെ ആദ്യ പാദം. ഇത്രയാണ് ഇവിടുത്തെ നക്ഷത്രക്കൂട്ടം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഗ്രഹത്തിനും ഉച്ചമോ നീചമോ ഒന്നുമില്ല. സൂര്യന്റെ സ്വക്ഷേത്രം മൂലത്രികോണം അത്ര തന്നെ. മകം, പൂരം, ഉത്തരത്തിന്റെ കാലാണ് ഇവിടുത്തെ നക്ഷത്രം. ഇവിടുത്തെ അടയാളം വന്നിട്ട് ചിങ്ങമാണ്. പിന്നെ സ്ഥിരരാശി എന്ന് പറയും. സ്ഥിരരാശിയെ സംബന്ധിച്ച് മഹത്വമുള്ള രാശിയാണ്. സ്ഥിരരാശിയെ സംബന്ധിച്ച് വരുന്ന ഒരു പ്രത്യേകത, ആചാര അനുഷ്ഠാനങ്ങളില് താല്പര്യമുള്ളവരായിരിക്കും. സ്ഥിരരാശിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ചരരാശി, സ്ഥിരരാശി, ഉഭയരാശി. മേടം, കർക്കടകം, തുലാം, മകരം 4 ചരരാശി. ഇടവം, ചിങ്ങം, വൃശ്ചികം, കുംഭം 4 സ്ഥിരരാശി. ഇത് സ്ഥിരരാശിയാണ്. സ്ഥിരരാശിയാകുമ്പോൾ പിന്നെ എന്തുണ്ടാവും? സ്ഥിരരാശി ആയതുകൊണ്ട് ആചാര അനുഷ്ഠാനങ്ങളെ താല്പര്യം, ഏതൊരു കാര്യത്തിനും വ്യക്തമായ ഒരു അഭിപ്രായം ഉണ്ടാവും. സ്ഥിരമായിട്ടുള്ള ഒരു അഭിപ്രായം ഇവർക്കുണ്ടാവും. ഫ്ലെക്സിബിൾ ആവില്ല. അധികാരത്തിൻ്റെയും അതുപോലെ സ്ഥിരമായിട്ടുള്ള ഒരു അഭിപ്രായത്തിൻ്റെയും ആളുകളായിരിക്കും ഇവർ. ചിങ്ങൻ രാശിയിലൊക്കെ ജനിക്കുന്നവർ നല്ല സ്ട്രോങ് ആയിരിക്കും. മനസ്സൊക്കെ നല്ല സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ ചിങ്ങം രാശിയെക്കുറിച്ച് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ, കാലപുരുഷന്റെ 5-ാം രാശി ശരീരത്തിന്റെ ഉദരഭാഗത്തെ സൂചിപ്പിക്കുന്നു. മനസ്സ്, സന്താനം. മനസ്സിനെ 5 കൊണ്ടാണ് മനസ്സിനെ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് മനസ്സ്. സന്താനത്തിന് 5 കൊണ്ട് ചിന്തിക്കുന്നു. അപ്പോൾ അതെല്ലാം ഇതുമായി ബന്ധപ്പെട്ടതാണ്. സൂര്യന്റെ സ്വക്ഷേത്രം. ഇവിടെ ഉച്ചനീചത്വങ്ങൾ ആർക്കുമില്ല. മകം, പൂരം, ഉത്തരത്തിന്റെ കാലാണ് ഇവിടുത്തെ നക്ഷത്ര സമൂഹം. സിംഹമാണ് ഇവിടുത്തെ അടയാളം. പിന്നെ സ്ഥിരരാശിയാണ്. റോയൽ രാശി, രാജകീയ രാശിയാണ്. സ്ഥിരരാശിയാണ്. ആചാര അനുഷ്ഠാനങ്ങളിൽ താല്പര്യം ഉണ്ടായിരിക്കും. പിന്നെ ഏതൊരു കാര്യത്തിനും വ്യക്തമായ തീരുമാനവും ഉണ്ടാകും. ഇത്രയൊന്നും ഈ രാശിയെക്കുറിച്ച് നമുക്ക് പ്രധാനമായിട്ട് പറയേണ്ട ഇൻട്രൊഡക്ഷൻ. ഇനി ഈ രാശിയിൽ ജനിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ രാശി ഇതായിരുന്നാലും ലഗ്നം ചിങ്ങമായിരുന്നാലും ഒരേ ഫലമാണ് നമ്മൾ എടുക്കാറുള്ളത്. ചന്ദ്രന് പറയാറുള്ള അതേ ഫലം തന്നെ ലഗ്നം ചിങ്ങം രാശിയിൽ വന്നാലും ചന്ദ്രൻ ചിങ്ങം രാശിയിൽ വന്നാലും ഇനി പറയുന്ന ഫലങ്ങൾ അത്രയും പറയാം. ശ്രദ്ധിച്ചിരിക്കണം. ചന്ദ്രൻ ഇവിടെ വന്നിരുന്നാലും ലഗ്നം ഇവിടെ വന്നിരുന്നാലും ചിങ്ങത്തിൽ വന്നിരുന്നാലും ഉള്ള ഫലം ഓരയിലെ 16-ാമത്തെ അധ്യായത്തില് 5-ാമത്തെ പ്രമാണമാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തുന്നത്. 16-ൽ 5, ഓരയില് 16-ൽ 5 എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഞാൻ ഒന്ന് വായിച്ചു വിടാം ആദ്യം. നമുക്ക് പ്രമാണം വേണമെന്നുള്ളവർ പഠിച്ചുകൊണ്ടാവും. ബാക്കിയുള്ളവരൊന്നും പഠിക്കണമെന്നുള്ള നിർബന്ധമില്ല. പക്ഷെ ചില പോയിന്റുകൾ ഇടയുള്ള ചില വാക്കുകൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. തീഷ്ണ സ്ഥൂലഹനുർവിശാലവദന പിങ്ങലേക്ഷണോ അൽപാത്മജ സ്ത്രീദ്വേഷി പ്രിയമാംസകാനനക കുപ്യത്യകാര്യേചിരം ശുതൃഷ്ണോദര ദന്തമാനസുരജ സംപീഡിതസ്താഗവൻ വിക്രാന്ത സ്ഥിരതി സുഗർവിധമന മാതൃവിധേയോ അർക്കവേ എന്ന് പറഞ്ഞ് നിർത്തിയിട്ടുണ്ട്. ഇതിൽ ഓരോ പോയിന്റുകളായിട്ട് എടുത്ത് നമുക്ക് ഡെവലപ്പ് ചെയ്ത് എന്താണ് പറയുന്നതെന്ന് നോക്കാം. ആദ്യം പറയുന്നത് തീഷ്ണ, നല്ല തീഷ്ണത ഉള്ളവർ. ഏതൊരു കാര്യത്തിനും നല്ല തീഷ്ണത ഉണ്ടായിരിക്കും. തീഷ്ണ എന്ന് പറഞ്ഞാൽ ഷാർപ്പ് എന്നർത്ഥം. വളരെ ഷാർപ്പായിരിക്കും. കാര്യങ്ങളൊക്കെ വളരെ ഷാർപ്പായിരിക്കും. തീഷ്ണ, അതാണ് ആദ്യമേ പറയുന്ന ഫസ്റ്റിൽ പറയുന്ന വാക്ക് തീഷ്ണ എന്നുള്ള വാക്കാണ്. തീഷ്ണ വെച്ചാൽ റോയൽ രാശി. ഒരു രാജാവ്, രാജകീയ ഗ്രഹമാണ്. രാജകീയ ഗ്രഹമാകുമ്പോൾ എല്ലാ കാര്യവും വളരെ ഷാർപ്പായിരിക്കും.
തീഷ്ണ. ഇനി അത് കഴിഞ്ഞിട്ട് എല്ലാ രാശി പറയുമ്പോഴും ഏത് രാശി പറഞ്ഞാലും ആ രാശിയിൽ ജനിക്കുന്നവരുടെ ശരീരപ്രകൃതത്തിനെ കുറിച്ച് ഒന്ന് വർണ്ണിക്കാറുണ്ട്. അവരുടെ ശരീരപ്രകൃതം എങ്ങനെയൊക്കെ ഇരിക്കും, കാണാൻ എങ്ങനെ, അവരുടെ കണ്ണെങ്ങനെ, മൂക്ക് എങ്ങനെ, അല്ലെങ്കിൽ കഴുത്തെങ്ങനെ, ശരീരത്തിന്റെ നെഞ്ചു എങ്ങനെ ഇരിക്കും, കൈ എങ്ങനെ ഇരിക്കും, കാല്, തുടഭാഗം, ഇങ്ങനെ ഏതെങ്കിലും കുറെ കാര്യങ്ങളെ കുറിച്ച് പറയും. അല്ലെങ്കിൽ കാണാനുള്ള അപ്പിയറൻസ് എങ്ങനെയെന്ന് പറയും. അതുപോലെ ഇവിടെ പറയുന്നത് സ്ഥൂലകനൂർ തടിച്ച താടിയല്, തടിച്ച താടിയായിരിക്കും സ്ഥൂലകനൂർ. വിശാലവദന, വിശാലമായ മുഖം ഉള്ളവരായിരിക്കും. വദന, മുഖം. തടിച്ച താടി, വിശാലമായ മുഖം. പിങ്ങലേക്ഷണോ, ഈക്ഷണോ വെച്ചാൽ കണ്ണ്, പിങ്ങല നിറമുള്ള അല്ലെങ്കിൽ കലങ്ങിയ കണ്ണുകൾ. നമ്മൾ നേരത്തെ സൂര്യനെ കുറിച്ച് പഠിച്ചു, പിങ്ങല നിറമുള്ള കണ്ണെന്ന് പഠിച്ചു. മധു പിങ്ങളദൃക്ക് എന്ന് പഠിച്ചു സൂര്യനെ കുറിച്ച്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഓർമ്മയിരിക്കും. ആ നോട്ടൊന്ന് തപ്പി നോക്കണം. മധു പിങ്ങളദൃക്ക്, തേൻ നിറമുള്ള കലങ്ങിയ കണ്ണുകൾ. അതിനെ മറ്റൊരു വാക്കില് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, അത്ര തന്നെ. അതാണ് സൂര്യൻ പഠിച്ചിട്ട് ഉടൻ തന്നെ ചിങ്ങം രാശിയും പഠിക്കേണ്ട കാര്യം. അതാണ് താരതമ്യം ചെയ്ത് പഠിക്കാനാണ് അങ്ങനെ പഠിക്കുന്നത്. അവിടെ പഠിച്ച മധു പിങ്ങളദൃക്ക്, തേൻ നിറമുള്ള കലങ്ങിയ രൂപത്തിലുള്ള കണ്ണുകൾ എന്ന് പറഞ്ഞാൽ അത് ദേഷ്യത്തിന്റെയും ഗർവിന്റെയും സിമ്പലാണ്. കലങ്ങിയ കണ്ണുകൾ എന്ന് പറയുന്നത് കണ്ണൊക്കെ കലങ്ങി, അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണൊക്കെ കലങ്ങിയോ, അതോ ഭയങ്കര രൂക്ഷമായ ഭാവത്തിലൊക്കെ നിന്നു എന്ന് പറയുന്നില്ലേ, അതിന്റെ ലക്ഷണമാണ് അങ്ങനെ പറയുന്നത്. ഇവിടെ പറയുന്നത് സൂര്യനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് മധു പിങ്ങളദൃക്ക്. ഇവിടെ പിങ്ങളേക്ഷണ, ഈക്ഷണ എന്ന് വന്നു. ദൃക്ക് എന്നുള്ളതിനെ മാറ്റിയിട്ട് ഈക്ഷണം. ഈക്ഷണം വെച്ചാൽ കണ്ണ്. പിങ്ങല നിറമുള്ള കണ്ണ്, അല്ലെങ്കിൽ തേൻ നിറമുള്ള കണ്ണ്, അല്ലെങ്കിൽ കലങ്ങിയ കണ്ണ്, ഈക്ഷണ, പിങ്ങലേക്ഷണ. അത് കഴിഞ്ഞിട്ട് അല്പാത്മജ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സൂര്യൻ ചിങ്ങം രാശി, കാലപുരുഷന്റെ 5ാം രാശി, സന്താനവുമായി ബന്ധപ്പെട്ട കാര്യം ഇതിനകത്ത് പറയും എന്ന് പറഞ്ഞതിന്റെ റീസൺ ഇതാണ്. അല്പാത്മജ, സന്താനം കുറവായിരിക്കും. സന്താനം കുറവായിരിക്കും. സന്താനം കുറഞ്ഞ രാശികളിൽ ഒന്നാണ് ചിങ്ങം രാശി. അതായത് ആചാര്യൻ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ 4 രാശി അല്പപുത്ര രാശി എന്ന് അറിയപ്പെടുന്നു. 4 രാശി. 1 ഇടവം, ചിങ്ങം, വൃശ്ചികം, 3 സ്ഥിരരാശിയും കന്നിയും. ഈ 4 രാശിയും അല്പപുത്ര രാശി എന്നാണ് അറിയപ്പെടുന്നത്. പുത്രസമ്പത്ത് കുറവായിരിക്കും. അതായത് എളുപ്പ വഴിയിൽ മനസ്സിലാക്കാൻ, ഈ 4 രാശി ചന്ദ്രരാശിയായോ ലഗ്നമായോ വരുന്നവർക്ക് പഴയ കാലത്തുള്ള ഒരു അപ്രോച്ചാണ്. അന്ന് ഒരുപാട് സന്താനങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ രാശിയിൽ ജനിച്ച് ലഗ്നമായിട്ടോ ചന്ദ്രരാശിയായിട്ടോ വന്നു കഴിഞ്ഞാൽ അവർക്ക് സന്താനം കുറവായിരിക്കും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇന്നത്തെ കാലത്ത് 1ഓ 2ഓ സന്താനമേ ഉള്ളതുകൊണ്ട് വലിയ ഒരു പ്രാധാന്യം നമ്മൾ കൽപ്പിക്കേണ്ട. എന്നാലും സന്താനം കുറഞ്ഞേരിക്കുള്ളൂ, 1ഒക്കെ ഉണ്ടാവുകയുള്ളൂ. പരമാവധി ഈ രാശിയിലൊക്കെ ജനിക്കുന്നവർക്ക് ഒരു സന്താനം. ഭാര്യയും ഭർത്താവും ഇതേ രാശിയിലാണ് ജനിക്കുന്നെങ്കിൽ ഉറപ്പാണ് ഒരു സന്താനമൊക്കെ ഉണ്ടാവുള്ളൂ. 1 അല്ലെങ്കിൽ ചിലപ്പോൾ 2 വരാം ഉണ്ടാവുകയുള്ളൂ. ആത്മജം, സന്താനങ്ങൾ കുറവായിരിക്കും. കുറവായിരിക്കേണ്ട കാര്യം പല കാര്യവും പറയുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ പറഞ്ഞുതരാം. അതിന് ഒരു കാര്യം പറയുന്നത്, ചിങ്ങം സിംഹരാശി, സിംഹം, പശു, ഇതിനൊക്കെ സന്താനങ്ങളുടെ എണ്ണം കുറവായിരിക്കും. മറ്റ് മൃഗങ്ങളെ അപേക്ഷിച്ച്. ഇപ്പൊ ആട്, പൂച്ച, പട്ടി, ഇതിനെയൊക്കെ അപേക്ഷിച്ച് ഈ സിംഹത്തിനും പശുക്കൾക്കൊക്കെ സന്താനങ്ങൾ കുറവായിരിക്കും. 1 അല്ലെങ്കിൽ 2 ഉണ്ടാവും. അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയുന്നത്, ഇതിന്റെ 5ാം സന്താനത്തിനെ ചിന്തിക്കുന്നത് 5ാം ഭാവം കൊണ്ടാണ്. 5ാം ഭാവം വ്യാഴത്തിന്റെ രാശി, സന്താന കാരകന്റെ രാശി. 5ഉം 8ഉം വ്യാഴത്തിന്റെ രാശിയാണ്. ചിങ്ങം രാശിയുടെ 5 ഏതാണെന്ന് പറഞ്ഞു നോക്കണം. ആരെങ്കിലും ഒരാൾ പറഞ്ഞു നോക്കണം. ചിങ്ങം രാശിയുടെ 5 ധനു. ധനു. അപ്പോൾ നമ്മൾ സന്താനത്തിനെ പറയുമ്പോൾ 5ാം ഭാവത്തിനെയും കൂടി നോക്കണം. ഇപ്പൊ ചിങ്ങം രാശിയിൽ ജനിച്ച ഒരാളിന് അയാളെ സന്താനത്തിനെ ചിന്തിക്കണമെങ്കിൽ അതിന്റെ 5 കൂടി നോക്കണം. അപ്പോൾ ചിങ്ങത്തിന്റെ 5 ധനു. ആ 5ന് 8ന്റെ ആധിപത്യവും കൂടി ഉണ്ട്. നോക്കണം. 8 ആരെ നോക്കണം? 8 ആരുടെ രാശിയും നോക്കണം? വ്യാഴത്തിന്റെ. അപ്പോൾ 5ഉം 8ഉം സന്താനകാരകന്റെ രാശികളാണ്. 1 ആദ്യം പറയുന്ന ഇത് പറയപ്പെടുന്നതാണ്
നമ്മളെ ഒരു ഇന്റർപ്രിട്ടേഷനാണ് ആചാര്യന്മാർ പറയുന്നത്. ഒന്ന്, സിംഹത്തിന് കുട്ടികൾ കുറവായിരിക്കും, അത് ഒരു റീസൺ. രണ്ട്, സന്താനത്തിനെ ചിന്തിക്കുന്നത് 5 കൊണ്ടാണ്. ആ 5 എന്ന് പറയുന്ന വ്യാഴത്തിന്റെ രാശി, അതിന് 8ന്റെ ആധിപത്യവും കൂടി ഉണ്ട്, അഷ്ടമത്തിന്റെ ആധിപത്യമുണ്ട്. അഷ്ടമം നാശഭാവമാണ്. അപ്പോൾ 5-ന് തന്നെ 8ന്റെ ആധിപത്യവും കൂടി വരുന്നത് നല്ലതല്ല. 5ഉം 8ഉം ഒരേ ആള്. അങ്ങനെയും ഒരു ഇന്റർപ്രിട്ടേഷൻ നടത്താം. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇങ്ങനെ പറയുന്നത്, ചിങ്ങത്തിന് അല്പപുത്ര രാശി എന്ന് പറയുന്നത്. കാരണം ഒരു കാര്യം പറയുമ്പോൾ, ഇപ്പൊ പുത്രനെ കുറിച്ച് പറയുമ്പോൾ, ചിങ്ങം രാശിയിൽ ജനിച്ച ഒരാളിന്റെ പുത്ര സമ്പത്തിനെ പറയുമ്പോൾ അതിന്റെ 5ാം ഭാവവും വ്യാഴത്തിനെയും പിടിക്കണം. കാരണം പുത്രന്റെ കാരകത്വം വ്യാഴത്തിനുണ്ട്. പുത്രന്മാരുടെ കാരകത്വം അല്ലെങ്കിൽ സന്താനത്തിന്റെ കാരകത്വം വ്യാഴത്തിന്, സന്താനത്തിന്റെ ഭാവം 5-ന്. അപ്പോൾ വ്യാഴത്തിന് 5ന്റെ ആധിപത്യം ഉള്ളത് കുഴപ്പമില്ല, 8ന്റെ ആധിപത്യവും കൂടിയുണ്ട്. 8ആകുമ്പോൾ അതിനൊരു നാശത്തിന്റെ ലക്ഷണവും കൂടി വരുന്നുണ്ട്. 5-ന് തന്നെ 8ന്റെ ജോലി കൂടി ചെയ്യേണ്ടി വരും. 5ഉം 8ഉം ഒരേ ആളാകുമ്പോൾ 5ന്റെ ജോലിയും വ്യാഴത്തിന് ചെയ്യണം, 8ന്റെ ജോലിയും ചെയ്യണം. അപ്പോൾ രണ്ടും കൂടി ഒന്ന് മീഡിയേറ്റ് ചെയ്ത് വരുമ്പോൾ എന്താകുന്നു, സന്താനത്തിന്റെ എണ്ണം കുറവായിരിക്കാൻ അതൊരു കാരണമായി ചിന്തിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ നല്ല തീഷ്ണത ഉള്ളവര് അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള സ്വഭാവക്കാരായിരിക്കും, തടിച്ച താടിയല്ലുള്ളവരായിരിക്കും, സ്ഥൂലകനൂർ, വിശാലമായ മുഖമുള്ളവരായിരിക്കും. പിന്നെ പിങ്ങല നിറം അല്ലെങ്കിൽ തേൻ നിറം അല്ലെങ്കിൽ കലങ്ങിയ കണ്ണുകൾ ഉള്ളവരാണ്. സന്താനങ്ങളുടെ എണ്ണം കുറവായിരിക്കും. സന്താനങ്ങളുടെ എണ്ണം കുറയാൻ കാര്യം, ചിങ്ങത്തിന് സന്താന ഭാവം ധനുവാണ്. ആ ധനു വ്യാഴം സന്താന കാരകനാണ്. വ്യാഴത്തിന് 5ന്റെയും 8ന്റെയും ആധിപത്യം ഉള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്. കാരണം സന്താനത്തിനെ ചിന്തിക്കുന്നത് 5 കൊണ്ടാണ്. ആ 5ാം ഭാവപതി സന്താനത്തിന്റെ കാരകത്വം വരുന്നത് വ്യാഴത്തിനാണ്. സന്താനത്തിനെ സൂചിപ്പിക്കുന്ന ഗ്രഹം വ്യാഴം 5ന്റെ ആളാണ്, അത് കുഴപ്പമില്ല. 8ന്റെ ആളും കൂടി ആകുമ്പോഴാണ് ആ പ്രശ്നം വരുന്നത്. 5ഉം 8ഉം ഒരേ ആള്. ഇനി ശത്രുഷ്ണോദര ദന്ത മാനസരുച രുച എന്ന് വെച്ചാൽ അസുഖം. ഉഷ്ണരോഗങ്ങൾ ഉണ്ടാകാം. കാരണം സൂര്യൻ ഉഷ്ണഗ്രഹമാണ്, പിത്തകാരകത്വമുള്ള ഗ്രഹമാണ്. ഉദര രോഗം ഉണ്ടാകാം, മാനസിക രോഗം ഉണ്ടാകാം. മാനസരുച അങ്ങനെ പറയേണ്ട കാര്യം എന്താണ്? ഉഷ്ണരോഗം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൂര്യൻ ഉഷ്ണത്തിന്റെ ആളാണ്, ഹീറ്റാണ്, ഭയങ്കര ചൂട് പിടിച്ച ഒരു ഗ്രഹമാണ്, ചൂടുള്ള ഗ്രഹമായതുകൊണ്ട് ഉഷ്ണരോഗം ഉണ്ടാകാം. ഉദര രോഗം ഉണ്ടാകാൻ ഇടവരും, മാനസിക രോഗം ഉണ്ടാകാൻ ഇടവരും. ഇപ്പൊ നോക്കിക്കൊള്ളണം, ആദ്യം സന്താനത്തിന്റെ കാര്യത്തിനെ വിളിച്ചു, സന്താനം കുറവായിരിക്കുന്നു. അടുത്ത ഉദരത്തിന് രോഗം ഉണ്ടാകാന്ന് പറഞ്ഞു, അടുത്ത മാനസിക രോഗം ഉണ്ടാകാന്ന് പറഞ്ഞു. ഇതെല്ലാം ചിങ്ങം രാശി കൊണ്ട് ചിന്തിക്കേണ്ടത്. ചിങ്ങം കാലപുരുഷന്റെ 5ാം രാശി. 5 കൊണ്ട് ഉദരത്തിനെയാണ് ചിന്തിക്കേണ്ടത്. മനസ്സിനെ ചിന്തിക്കാം, സന്താനത്തിനെ ചിന്തിക്കാം. ഇതെല്ലാത്തിനും പ്രശ്നമുണ്ടെന്ന് അർത്ഥം. ഇപ്പോൾ മനസ്സിലാക്കാൻ എളുപ്പ വഴിയാണ്. ചിങ്ങം 5ാം രാശി. 5ാം രാശി കൊണ്ട് ഉദരത്തിനെ ചിന്തിക്കാം, ശരീരത്തിന്റെ വയറ് ഭാഗം. മനസ്സിനെ ചിന്തിക്കുന്ന 5 കൊണ്ട്, സന്താനത്തിനെ ചിന്തിക്കുന്നത് 5 കൊണ്ട്. അപ്പോൾ ഇതിൽ സന്താനത്തിന്റെ കാര്യം ആദ്യം പറഞ്ഞു, സന്താനം കുറവായിരിക്കും എന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു ഉദരത്തിന് അസുഖം ഉണ്ടാകാൻ വഴിവരും, മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടവരും. കാരണം 5 ആയതുകൊണ്ടാണ്. കാലപുരുഷന്റെ 5ാം രാശി. ഉഷ്ണരോഗങ്ങൾ ഉണ്ടാകാൻ ഇടവരും. ഇതൊക്കെ ഉണ്ടാകാൻ ഇടവരും. അപ്പോൾ നമ്മളിപ്പോ ഒരു പ്രശ്നം വെച്ചൊരു ഒരു രോഗപ്രശ്നം വ്യക്തമായിരിക്കും, നമുക്ക് എഴുതാം, നോട്ട് എഴുതുമ്പോഴെല്ലാം പറഞ്ഞുതരാം. ഒരാൾ പറയും, എനിക്ക് രോഗം എന്താണെന്ന് അറിയില്ല, എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് നല്ല സുഖമില്ല, ഞാൻ ഡോക്ടറെ കണ്ടു, പിന്നെ വേറെ ആരെ കണ്ടു, ആയുർവേദം നോക്കി, അലോപ്പതി നോക്കിയിട്ട് എൻ്റെ അസുഖത്തിനൊരു മാറ്റവും ഇല്ല, സമയ സംബന്ധമായിട്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് അറിയാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ രാശി വെച്ചപ്പോൾ ചിങ്ങൻ രാശി കിട്ടി. എങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ചോദിക്കാം, നിങ്ങൾക്ക് മാനസികമായിട്ട് മാനസിക രോഗമെന്ന് പറയരുത്, അസുഖത്തിനെ സംബന്ധിച്ച് മാനസികമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്, ഉദരത്തിന് കുഴപ്പമുണ്ട്, ഉഷ്ണത്തിന്റെ പ്രശ്നമുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും. മനസ്സിനെ ശരിക്കും ബാധിച്ചിട്ടുണ്ട്, അസുഖം ഇങ്ങനെ വർഷങ്ങളായി എന്നുള്ള രീതിയിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, ഉദരത്തിന് കുഴപ്പമുണ്ട്. ശത്രു ഉഷ്ണ ഉദര ദന്ത മാനസരുച. ദന്തം പല്ലിന് കുഴപ്പമുണ്ടാകാം, അസ്ഥിക്ക് കുഴപ്പമുണ്ടാകാം. അസ്ഥിയുടെ അത് ഇവിടെ പറയുന്നില്ല. അസ്ഥിയുടെ കാരകത്വം സൂര്യനുണ്ട്, പല്ലിന്റെ കാരകത്വം സൂര്യനുണ്ട്,
കണ്ണിന്റെ കാരകത്വം സൂര്യനുണ്ട്. അപ്പോൾ സൂര്യന്റെ രാശി കിട്ടിക്കഴിഞ്ഞാൽ കണ്ണിന് രോഗം പറയാം, പല്ലിന് രോഗം പറയാം, അസ്ഥിക്ക് രോഗം പറയാം, വയറിന് രോഗം പറയാം, ഉഷ്ണരോഗങ്ങൾ പറയാം, മാനസിക പ്രശ്നങ്ങൾ പറയാം. ഇതെല്ലാം നമുക്ക് രോഗപ്രശ്നത്തിൽ വരേണ്ടതാണ്, പ്രത്യേകിച്ച് പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. ചിങ്ങം ഒരു രോഗപ്രശ്നമായിരിക്കണം. രോഗപ്രശ്നത്തിലെ ചിങ്ങം രാശി പറഞ്ഞു. ഇത്രയും ഇവിടെ പറയുന്നത് ശത്രു ഉഷ്ണ ഉദര ദന്ത മാനസ രുച. ഉഷ്ണരോഗങ്ങള്, മാനസിക പ്രശ്നങ്ങള്, ഉദരരോഗം, പല്ലിന് രോഗം, കണ്ണിന് രോഗം, അസ്ഥിക്ക് രോഗം, പിത്തരോഗം, അത് തന്നെ ഉഷ്ണരോഗം എന്ന് പറഞ്ഞത്. ഇതെല്ലാം വരാൻ ചാൻസ് വരും. ഇതെല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട്. ഇത് കുറച്ചേ പറയുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ ഫില്ല് ചെയ്തോളണം. മറ്റ് പല സ്ഥലത്തു നിന്നും എടുത്ത് ഫില്ല് ചെയ്തോളണം. അപ്പൊ ഇത് രോഗപ്രശ്നത്തിന് വളരെ പ്രധാനമാണ്. രോഗപ്രശ്നം വയ്ക്കുമ്പോൾ ചിങ്ങൻ രാശി വന്നു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് ചോദിക്കാം. രോഗം ഇങ്ങനെ വഷളായി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നല്ലൊരു ബുദ്ധിമുട്ടുണ്ട് മനസ്സിന്. ഉഷ്ണരോഗമുണ്ട്, കണ്ണിന് രോഗമുണ്ടാകാം, പല്ലിന് രോഗമുണ്ടാകാം, അസ്ഥിക്ക് രോഗമുണ്ടാകാം, വൈറസ് സംബന്ധമായ രോഗമുണ്ടാകാം. പിന്നെ വേണമെങ്കിൽ പറയാം സന്താനങ്ങളെ സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. അത് രോഗമല്ല, സന്താന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. സന്താനത്തിന് എന്തെങ്കിലും വിഷമമോ അല്ലെങ്കിൽ സന്താനത്തിനെ സംബന്ധിച്ചുള്ള മാനസിക വിഷമമോ അങ്ങനെയൊക്കെ വന്നേക്കാം. ഇതെല്ലാം വരാം. തീഷ്ണ സ്ഥൂലകനുർ വിശാലവദന പിംഗലേക്ഷണ അല്പാത്മജ ശത്രുഷ്ണ ഉദര ദന്തമാനസരിത സംപീഡിത ത്യാഗവാൻ. അടുത്ത് പറയുന്നു സംപീഡിത ത്യാഗവാൻ. മറ്റുള്ളവർക്ക് ത്യാഗവാൻ എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് എല്ലാം കൊടുക്കുന്നത്. സംപീഡിത, മനസ്സിന് നല്ല പീഡയുണ്ടാകും. എപ്പോഴും മനസ്സിനെ ശരിക്കും ബാധിക്കും ഇവർക്ക്. മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ മടിക്കില്ല. ത്യാഗവാൻ, ത്യാഗം സഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്യജിക്കുക. മറ്റുള്ളവർക്ക് കുന്തെങ്കിലും കയ്യിലുള്ള സാധനം കൊടുക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുപോലെ മനസ്സിന് പീഡ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് പറയുന്നത് സ്ത്രീ ദ്വേഷി എന്ന് പറയുന്നുണ്ട്. സ്ത്രീ ദ്വേഷി, അത് എല്ലാ രാശിക്കും ഓരോ പോയിന്റ് സ്ത്രീ സംബന്ധമായ കാര്യത്തിൽ പറയും. മേടത്തിന് നിങ്ങൾ പഠിച്ചില്ല, നീ രണ്ടാമതേ പഠിക്കുകയുള്ളൂ. മേടത്തിന് പറയുന്നത് അങ്ങനാ വല്ലഭ, അതുപോലെ വേറെ പറയുന്നത് അങ്ങനാ വല്ലഭ, കാമി എന്നൊക്കെ പറയുന്നത്. കാമം ജനിപ്പിക്കുന്നവൻ അല്ലെങ്കിൽ കാമം ജനിപ്പിക്കുന്നവള്, അങ്ങനാ വല്ലഭ, സ്ത്രീകൾക്ക് വിധേയമാകുന്നവർ, അങ്ങനമാർക്ക് വല്ലഭനാകുന്നവന്ന്. ഇനി ഇടവത്തിന് പറയാറുള്ളത് എന്തോന്ന് പറയുന്നു, ഇടവത്തിന് പ്രമദപ്രിയ എന്ന് പറയുന്നുണ്ട്. മിഥുനത്തിന് സ്ത്രീ ലോല സുരതോപചാര കുശല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും. ഓരോ രാശിക്കും സ്ത്രീ സംബന്ധമായ ഒരു വിഷയം ഒന്നുകിൽ അത് പോസിറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ ചിങ്ങത്തിന് പറയുന്നതാണ് എന്തോന്ന്, സ്ത്രീ ദ്വേഷി, സ്ത്രീകളെ ദ്വേഷിക്കുക, സ്ത്രീകളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകില്ല. അങ്ങനെ ഒരു പ്രശ്നം സാധാരണയായിട്ട് ഭാര്യയെ കുറിച്ചൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ വരും. സൂര്യനെ കുറിച്ച് പറയുന്നത്, സൂര്യൻ 7-ൽ നിന്നാൽ ഭാര്യയ്ക്ക് എപ്പോഴും ഭാര്യയാൽ ഉപേക്ഷിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഓരാശാസ്ത്രത്തിൽ 22-ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ നേരത്തെ പഠിച്ചു. സൂര്യനെ കുറിച്ച് പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചു സൂര്യൻ 7 എന്നാൽ ഉത്സൃഷ്ടാതരണോ എന്ന് പഠിച്ചു. നേരത്തെ പഠിച്ചു, ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഓർമ്മയുണ്ടോ? സൂര്യനെ കുറിച്ച് പഠിച്ചപ്പോൾ സൂര്യൻ 7 എന്നാൽ സ്ത്രീകളിൽ നിന്ന് പരിഭവം ഉണ്ടാകും, ഭാര്യയിൽ നിന്ന് പരിഭവം ഉണ്ടാകും, അല്ലെങ്കിൽ ഭാര്യയാൽ അല്ലെങ്കിൽ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥ ഉണ്ടാകുമെന്ന് പഠിച്ചു. ഓർമ്മയുണ്ടോ? ആരെങ്കിലും ഒന്ന് യെസ് എന്നോ നോ എന്നോ പറയണം. ഓർമ്മയുണ്ട് സാർ. സാർ ഒരു സംശയം. ഈ ചിങ്ങം പറഞ്ഞപ്പോ മുന്നേ അതായത് അമ്മ പറയുന്നത് കേട്ടിട്ടാണ് ഈ ഇവര് നിൽക്കാന്ന് ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു, ചിങ്ങം രാശിക്കാര്. അപ്പൊ അത് ഈ സ്ത്രീദേശിയാകുമ്പോ ആയിരിക്കും. ആണെങ്കിൽ ഭർത്താവിനാൽ, പുരുഷനാണെങ്കിൽ ഭാര്യയാൽ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥ, അതല്ലെങ്കിൽ അവരിൽ നിന്ന് പരിഭവം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് നമ്മൾ പഠിച്ചു, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതിന്റെ അർത്ഥമാണ് ഇവിടെയും വരുന്നത്. ഇവിടെ വേറെ ഒരു രീതിയിൽ പറഞ്ഞു, സ്ത്രീ ദ്വേഷി, സ്ത്രീകളെ ദ്വേഷിക്കുക, സ്ത്രീകളുടെ അഭിപ്രായത്തിന് വലിയ മാന്യത കൊടുക്കൂല എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. സ്ത്രീ ദ്വേഷി, പ്രിയ മാംസ കാനന നഗ. കാനന അതായത് മാംസ ഭക്ഷണത്തിന് വളരെ താല്പര്യമുള്ളവരും
മല, പർവ്വതങ്ങള്, പർവ്വതനിരകള്, കാട്, പർവ്വതനിരകളിൽ താമസിക്കാനും സഞ്ചരിക്കാനും താല്പര്യമുള്ളവരായിരിക്കും. അത് സിംഹത്തിന്റെ സ്വഭാവമാണ്. സിംഹം ഇവിടെ പർവ്വതനിരകളിലല്ലേ, കാട്ടിലല്ലേ സിംഹം താമസിക്കുന്നത്. അതാണ് അങ്ങനെ പറയാൻ കാര്യം. പ്രിയ മാംസാഹാരങ്ങൾ എന്ന് വെച്ചാൽ നോൺ വെജിറ്റേറിയൻ ഫുഡ് വളരെ താല്പര്യമുള്ളവരായിരിക്കും. മാംസാഹാരങ്ങളും മത്സ്യമാംസാദികൾ എല്ലാം കൂടി ചേർത്തങ്ങ് പറയാം. മത്സ്യമാംസാദികളിൽ താല്പര്യമുള്ളവരും പർവ്വതം മലനിരകളിലൊക്കെ സഞ്ചരിക്കാനും താമസിക്കാനും താല്പര്യമുള്ളവരുമായിരിക്കും. ഇനി ചിങ്ങത്തിന് നമ്മളെ പ്രശ്നമാർഗത്തിൽ പറയുന്ന ഭൂപ്രദേശമുണ്ട്. പ്രശ്നമാർഗത്തിൽ ഭൂമിയുടെ പ്രദേശം പറയുന്ന സ്ഥലം ഓരോ രാശിക്കും ഭൂപ്രദേശം പറയും. മേടത്തിന്, ഇടവത്തിന്, മിഥുനത്തിന്, കർക്കിടത്തിന്. ചിങ്ങത്തിന് പറയുന്നത് സ്ഥാനം മൃഗേന്ദ്രസ്യ തുംഗദേശം, ഉയർന്ന പ്രദേശമാണ്. ചിങ്ങം രാശി 4-ാം ഭാവമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരാളുടെ ജാതകത്തിൽ 4-ാം ഭാവം കൊണ്ടാണ് വീടിനെ ചിന്തിക്കുന്നത്. 4-ാം ഭാവം ചിങ്ങം രാശിയായിട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം വയ്ക്കുന്ന വീടൊക്കെ ചിലപ്പോൾ ഉയർന്ന പ്രദേശത്തായിരിക്കും. ഉള്ളതിലെത്തിരി ഉയർന്ന പ്രദേശത്തായിരിക്കും വീട് വയ്ക്കുന്നത്. സ്ഥാനം മൃഗേന്ദ്രസ്യ, മൃഗേന്ദ്രന്റെ രാശിയെ സംബന്ധിച്ചുള്ള സ്ഥാനം. തുംഗദേശോ ദേവദ്വിജവാസഭൂമി, തുംഗദേശോ ദേവദ്വിജവാസഭൂമി, ദേവന്മാർ വസിക്കുന്നതും ബ്രാഹ്മണർ താമസിക്കുന്നതുമായ ഉയർന്ന പ്രദേശമായിരിക്കും. ദേവവാസമുള്ളതും ബ്രാഹ്മണർ താമസിക്കുന്നതുമായ, ബ്രാഹ്മണർ എന്ന് വെച്ചാൽ സജ്ജനങ്ങളെന്നർത്ഥം, ഉയർന്ന ആൾക്കാരെന്നർത്ഥം, സമൂഹത്തിൽ നല്ല വില മതിക്കുന്ന ആൾക്കാരെന്നർത്ഥം. അതാണ് ബ്രാഹ്മണർ എന്ന് ഉദ്ദേശിക്കുന്നത്. വസിക്കുന്ന സ്ഥലമാണ് സൂര്യന്റെ പ്രദേശം, ചിങ്ങം രാശിയുടെ പ്രദേശം. അപ്പോൾ ചിങ്ങം രാശി 4-ാം ഭാവമായിട്ട് വന്നു കഴിഞ്ഞാൽ ഉയർന്ന പ്രദേശത്തും ദേവാലയത്തിന്റെ അടുത്തുമൊക്കെ വീടുകൾ വയ്ക്കാൻ സൗകര്യമുണ്ടാകും. അതിലേക്കുള്ള ഒരു ചാൻസ് ഉണ്ടാകും. സൂര്യന്റെ രാശി 4-ാം ഭാവമായിട്ട് വന്നാൽ ഉയർന്ന പ്രദേശത്തും അതുപോലെ ദേവന്മാർ വസിക്കുന്ന ക്ഷേത്രങ്ങളിരിക്കുന്ന സ്ഥലത്തും വീട് വരാൻ ഇടവരും. അതാണ് അവിടെ പറയുന്നത്. പ്രിയമാംസക്കാനത് കുപ്യത്യകാരിയെ ചിരം, കുപ്യരി അകാരിയെ ചിരം. ചെറിയ കാര്യം മതി മനസ്സിനകത്ത് ഇട്ട് വാശി സൂക്ഷിക്കുന്ന സ്വഭാവം. ഇത് മറക്കാതെ വച്ചേക്കണം. ചിങ്ങൻ രാശിക്ക് എടുത്ത് പറയുന്നതാണ്. എന്നെ നീ അന്ന് അങ്ങനെ പറഞ്ഞില്ലേ, ഇന്ന് അങ്ങനെ പറഞ്ഞില്ലേ, നീ അങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് വാശിയും വൈരാഗ്യവും മനസ്സിനകത്ത് സൂക്ഷിക്കുക. കുപ്യരി അകാരിയെ ചിരം, ചിരം ദേഷ്യം എന്നുള്ള അർത്ഥം. കാരണമില്ലാതെ ദേഷ്യം വരുത്തുന്ന സ്വഭാവം എന്ന് പറഞ്ഞാൽ മനസ്സിൽ വാശി സൂക്ഷിക്കുന്ന സ്വഭാവം. കാലങ്ങളോളം വാശി മനസ്സിൽ സൂക്ഷിക്കുന്ന സ്വഭാവക്കാരായിരിക്കും. കുപ്യരി അകാരിയെ ചിരം എന്നാണ് എടുക്കുന്നത്. കുപ്യത്യകാരിയെ ചിരം എന്ന് കിടപ്പുണ്ട്. കുപ്യത്യകാരിയെ ചിരം, കുപ്യരി അകാരിയെ ചിരം. ചെറിയ കാര്യങ്ങൾ പോലും കാലങ്ങളോളം മനസ്സിലിട്ട് വാശി സൂക്ഷിക്കുന്ന സ്വഭാവം. അപ്പോൾ ഇപ്പൊ പഠിച്ചത് സ്ത്രീദ്വേഷി, സ്ത്രീകളെ ദ്വേഷിക്കുന്ന സ്വഭാവം, പ്രത്യേകിച്ച് ഭാര്യയുമായി വളരെ സൗഹൃദത്തിൽ പോകുന്ന സ്വഭാവക്കാരായിരിക്കുകയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രിയ മാംസകാനനക, മാംസ ഭക്ഷണങ്ങളും താല്പര്യവും മല, പർവ്വതനിര, കാടുകളിലൊക്കെ താമസിക്കാനും സഞ്ചരിക്കാനും താല്പര്യമുള്ളവർ. ഇപ്പൊ നമ്മളൊരു ടൂറ് പോകുന്നു, ഇവരെ സംബന്ധിച്ച് ഊട്ടി പോകണോ അതോ കന്യാകുമാരി പോകണോ എന്ന് ചോദിച്ചാൽ ഊട്ടിയെ ഇഷ്ടപ്പെടുകയുള്ളൂ. കാരണം ഈ കാടും പർവ്വത പ്രദേശങ്ങളെ അവർ കൂടുതൽ ഇഷ്ടപ്പെടുകയുള്ളൂ. സമുദ്ര പ്രദേശത്തിനേക്കാളും ജലാശയങ്ങളും സമുദ്ര പ്രദേശത്തിനേക്കാളും ഇഷ്ടപ്പെടുന്നത് കാടും വനാന്തരങ്ങളും ആയിരിക്കും അവർക്ക് ഇഷ്ടം. അങ്ങനെയുള്ള സ്ഥലം ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. കുപ്യരി അകാരിയെ ചിരം, പ്രിയമാംസ കാനനനക, ചെറിയ കാര്യങ്ങൾ പോലും മനസ്സിനകത്ത് സൂക്ഷിച്ച് വാശിയും വൈരാഗ്യവും സൂക്ഷിക്കുന്നവരായിരിക്കും. വിക്രാന്ത, പരാക്രമശാലികളായിരിക്കും. സ്ഥിരബുദ്ധി എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കും. നേരത്തെ പറഞ്ഞില്ല, സ്ഥിരരാശിയാണ്. സ്ഥിരരാശിയാവുമ്പോൾ ഏതെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവം. സുഗർവിതമന, നല്ല ഗർവിന്റെ ലക്ഷണമുള്ളവരായിരിക്കും. ആത്മാഭിമാനമുള്ളവർ. സുഗർവം എന്ന് പറഞ്ഞാൽ ആത്മാഭിമാനം, ഭയങ്കരമായ ആത്മാഭിമാനത്തിനെ സൂക്ഷിക്കുന്നവരായിരിക്കും. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കർച്ച ചെയ്യും. നമ്മൾ എന്തെങ്കിലും അവരെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. മാതൃവിധേയോ, അമ്മയുടെ അടുത്ത് വിധേയത്വം ഉണ്ടാകും. ആദ്യം പറഞ്ഞു സ്ത്രീദ്വേഷി, അതാ പറഞ്ഞ സ്ത്രീദ്വേഷി എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. മാതൃവിധേയോ എന്നും പറയുന്നുണ്ട്. മാതൃവിധേയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാവിനോട് സ്നേഹം കൂടുതലായിരിക്കും.
മാതാവിനോട് സ്നേഹം കൂടുതലായിരിക്കുകയും എന്നാൽ മറ്റ് സ്ത്രീകളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നവരും ആയിരിക്കുകയില്ല എന്നാണ് ഇതിൻ്റെ ഇതുകൊണ്ട് അർത്ഥം. ഇനിയും വേറെ കുറെ പോയിന്റുകളുണ്ട്, നമുക്ക് പഠിക്കാം. അപ്പോൾ ഇത്രയും ഒന്നുകൂടി പറയാം. തീഷ്ണ സ്ഥൂലകനുർ വിശാലവദന പിംഗലേക്ഷണോ അല്പാത്മജ. തീഷ്ണമായ സ്വഭാവക്കാർ അല്ലെങ്കിൽ ഷാർപ്പായ സ്വഭാവക്കാരായിരിക്കും. തടിച്ച താടിയെല്ലും വിശാലമായ മുഖവും പിങ്ങല നിറം അല്ലെങ്കിൽ തേനിന്റെ നിറം അല്ലെങ്കിൽ കലങ്ങിയ കണ്ണുകളോടുകൂടി ഇവരുമായിരിക്കും ഉള്ളവരായിരിക്കും. സന്താനങ്ങളുടെ എണ്ണം കുറവായിരിക്കും. അതിന് കാരണം ചിങ്ങത്തിന്റെ 5-ാം ഭാവാദിശി സന്താനകാരകൻ വ്യാഴമാണ്. സന്താന പാവം 5-ആണ്. സന്താനകാരകൻ വ്യാഴം, സന്താന പാവം 5. വ്യാഴത്തിന് 5-ന്റെയും 8-ന്റെയും ആധിപത്യമുണ്ട്. 8 നല്ല പാവമല്ല. അപ്പോൾ 5-ന്റെ ജോലിയും 8-ന്റെ ജോലിയും വ്യാഴത്തിന് ചെയ്യണം. അതായിരിക്കാൻ കാരണം 8 നാശഭാവമാണ്. സന്താനകാരകന് ആയ വ്യാഴത്തിന് 5-ന്റെയും 8-ന്റെയും ആധിപത്യം ഉള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്ത്രീദ്വേഷ ശത്രുഷ്ണ ഉദരദന്ത മാനസരുജ. ഉഷ്ണരോഗം, മാനസിക പ്രശ്നങ്ങൾ, പല്ല്, അസ്ഥി, ഉദരം, നയനരോഗം തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകാൻ ഇടവരും. കാരണം ചിങ്ങം 5-ാം രാശിയാണ്. 5 കൊണ്ട് മനസ്സിനെ ചിന്തിക്കാം, ഉദരത്തെ ചിന്തിക്കാം, സന്താനത്തിനെ ചിന്തിക്കാം. ഇതിനെല്ലാത്തിനും കുഴപ്പമുണ്ടാകുമെന്നർത്ഥം. സൂര്യന് കണ്ണിന്റെ കാരകത്വമുണ്ട്, അസ്ഥിയുടെ കാരകത്വമുണ്ട്, പല്ലിന്റെ കാരകത്വമുണ്ട്. അതുകൊണ്ടായിരിക്കും ഇതിനൊക്കെ കുഴപ്പമുണ്ടാകും എന്ന് പറയുന്നത്. ഒരു രോഗപ്രശ്നം വരുമ്പോൾ ചിങ്ങം രാശിയാണ് കിട്ടുന്നെങ്കിൽ ഈ വക രോഗങ്ങളൊക്കെ പറയാം. അതുപോലെ ഒരു സന്താന പ്രശ്നം വയ്ക്കുമ്പോൾ ചിങ്ങം രാശി കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? സന്താനങ്ങളുടെ എണ്ണം കുറവായിരിക്കും. ചിങ്ങം രാശിയിൽ ജനിക്കുന്നവർക്ക് സന്താനങ്ങളുടെ എണ്ണം കുറവായിരിക്കും എന്ന് പറയാം. ഇനി മാനസ സംപീഡിത ത്യാഗവാൻ. സദാസമയവും മനസ്സിന് അസ്വസ്ഥത ഉണ്ടായിരിക്കണം. സംപീഡിത ത്യാഗവാൻ, എല്ലാം ത്യജിക്കുന്ന സ്വഭാവമുള്ള ആർക്കും എന്തും കൊടുക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കും. സദാസമയവും മനസ്സിന് ക്ലേശം ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് ആദ്യം പറഞ്ഞത് തന്നെയാണ്. മനസ്സിന് ക്ലേശം ഉണ്ടാകും എന്ന് പറഞ്ഞ കാര്യം 5-ാം ഭാവം 5-ാം രാശിയായതുകൊണ്ട് മനസ്സിനെ ചിന്തിക്കാം. മനസ്സിന് ക്ലേശം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്വഭാവക്കാരായിരിക്കും. പിന്നെ സ്ത്രീ ദ്വേഷി, ഭാര്യ അല്ലെങ്കിൽ മറ്റ് സ്ത്രീകളുമായി സഹകരിച്ചു പോകുന്ന സ്വഭാവക്കാരല്ല. സ്ത്രീ ദ്വേഷി. പ്രിയ മാംസ കാനനക, മാംസ ആഹാരങ്ങളും നോൺ വെജിറ്റേറിയൻ ഫുഡും ഇഷ്ടപ്പെടുന്നവരും മലനിരകള്, പർവ്വതം, വനാന്തരങ്ങളിൽ സഞ്ചരിക്കാനും താമസിക്കാനും താല്പര്യമുള്ളവരായിരിക്കും. കുപ്യതി അകാര്യചിരം, ചെറിയ കാര്യങ്ങൾ പോലും കാലങ്ങളോളം മനസ്സിലിട്ട് വാശി സൂക്ഷിക്കുന്നവരായിരിക്കും. വിക്രാന്ത, പരാക്രമശാലികളും സ്ഥിരബുദ്ധിയുള്ളവരും ആത്മാഭിമാനം സൂക്ഷിക്കുന്നവരുമായിരിക്കും. മാതാവിനോട് പ്രത്യേക സ്നേഹമുണ്ടായിരിക്കും. ഇതാണ് ഇവരെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇത്രയും എഴുതിയിട്ട് ബാക്കി കാര്യങ്ങൾ കൂടെ നോക്കാം. ഒന്ന് എഴുതിക്കൊള്ളണം. അല്പസന്താന രാശികൾ ഏതൊക്കെയാണെന്ന് പറയാമോ? ഇടവം, ചിങ്ങം, വൃശ്ചികം 3 സ്ഥിരരാശിയും കന്യയും. കന്യ അളി ഗോ ഹരിഷു ച അല്പസുതമിന്ദവും. കന്യ അളി ഗോ ഹരിഷു ച അല്പസുതമിന്ദവും. ഇത് 4-ുമാണ് അല്പപുത്ര രാശികളായിട്ട് പറയപ്പെടുന്നത്. അത് ഹോരാശാസ്ത്രത്തില് 21-ാമത്തെ അധ്യായമാണെന്ന് തോന്നുന്നു. 21-ാമത്തെ അധ്യായത്തിൽ വരും. 21-ാമത്തെ അധ്യായത്തില് 21-ഓ 22-ലോ ആണ്. കന്യ അളിഗോ കരുഷ അല്പസുതമിന്ദോ. 22-ല് 14-ാമത്തെ ശ്ലോകത്തിലെ ലാസ്റ്റ് ലൈനാണ്. 22-ല് 14-ല് ലാസ്റ്റ് ലൈൻ. അത് ക്രൂരേഷ്ടമേ വിധവത നിധനേക്ഷരാംശേ യസ്യ സ്ഥിതോ വയസ്യ തസ്യ സമയം പ്രതിഷ്ഠ സ്വൽധകേഷു മരണം സ്വമേവ തസ്യ കന്യ അളിഗോ കരുഷ അല്പസുതമിന്ദോ എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഈ പാപത്വത്തിനെ കുറിച്ച് പറയുന്നിടത്താണ് അത് പറയുന്നത്.
അഷ്ടമത്തിലോ 7-ലോ പാപൻ നിന്നാലും 9-ൽ ശുഭൻ നിന്ന് കഴിയുക, അഷ്ടമാധിപന്റെ അംശകാധിപൻ അനുരൂപമായ സമയത്ത് വൈദവ്യം നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കാര്യം കൂടി അതിനകത്ത് പറയുന്നു. ഇപ്പൊ ചിങ്ങത്തിനെ പറയാനുള്ള റീസൺ ഇതായിരിക്കാനാണ് വഴി. കാരണം സന്താനത്തിനെ ചിന്തിക്കുന്നത് വ്യാഴത്തിനെ കൊണ്ടാണ്. വ്യാഴ 5-ന്റെയും 8-ന്റെയും ആധിപത്യം. അല്പപുത്ര ഈ കാരകോ ഭാവനാശായോ എന്നൊക്കെ ഉണ്ട്, അതിനോട് വലിയ യോജിപ്പില്ല. അപ്പോൾ 5-ന്റെയും 8-ന്റെയും ആധിപത്യം വരുമ്പോൾ വ്യാഴത്തിന് 5-ന്റെ ജോലിയും ചെയ്യണം, 8-ന്റെ ജോലിയും ചെയ്യണം. അതുകൊണ്ടായിരിക്കും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ ചിങ്ങ രാശിയിൽ ജനിച്ചവർക്ക് മാക്സിമം ആൾക്കാർക്കും സന്താനം കുറവാണ്, ഒന്നൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു കാര്യമില്ലാതെ ആചാര്യൻ അങ്ങനെ പറഞ്ഞിട്ട് പോവില്ല. ഓരെയാണ്. ചിങ്ങം രാശി എഴുതിക്കൊള്ളണം. ചിങ്ങം കാലപുരുഷന്റെ 5-ാം രാശിയാണ്. ചിങ്ങം കാലപുരുഷന്റെ 5-ാം രാശിയാണ്. അഞ്ച് കൊണ്ട് മനസ്സ്, സന്താനം, ഉദരം തുടങ്ങിയവയൊക്കെ ചിന്തിക്കാം. സന്താനം, മനസ്സ്, ഉദരം തുടങ്ങിയവയൊക്കെ ചിന്തിക്കാം. ചിങ്ങം രാശിയുടെ അടയാളം സിംഹമാണ്. ചിങ്ങം രാശിയുടെ അടയാളം സിംഹമാണ്. ചിങ്ങം രാശിയിലെ നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിന്റെ കാൽ. ചിങ്ങം രാശിയുടെ നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിന്റെ കാൽ. മകം, പൂരം, ഉത്രത്തിന്റെ കാൽ. ചിങ്ങം സൂര്യന്റെ സ്വക്ഷേത്രവും മൂലത്രികോണവുമാണ്. ചിങ്ങം സൂര്യന്റെ സ്വക്ഷേത്രവും മൂലത്രികോണവുമാണ്. ഇവിടെ ഒരു ഗ്രഹത്തിനും ഉച്ചമോ നീചമോ ഇല്ല. ഇവിടെ ഒരു ഗ്രഹത്തിനും ഉച്ചമോ നീചമോ ഇല്ല. ചിങ്ങം സ്ഥിരരാശിയാണ്. വ്യക്തമായ അഭിപ്രായമുള്ളവരും ആചാര അനുഷ്ഠാനങ്ങളിൽ താല്പര്യമുള്ളവരുമായിരിക്കും. വ്യക്തമായ അഭിപ്രായമുള്ളവരും ആചാര അനുഷ്ഠാനങ്ങളിൽ താല്പര്യമുള്ളവരുമായിരിക്കും. പുരുഷരാശിയാണ്, ഞാൻ പറയാൻ വിട്ടുപോയി. പുരുഷരാശിയാണ്. പുരുഷരാശിയെ കുറിച്ചൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്, നേരത്തെ എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത ലൈനില് സൈഡില് പോര 16-ൽ 5 എന്നിട്ടുണ്ട്. സൈഡില് മാർജിനില് പോര 16-ൽ 5. പോര 16-ൽ 5. ചിങ്ങം രാശി ലഗ്നമായോ? ചിങ്ങം രാശി ലഗ്നമായോ? ചന്ദ്രരാശിയായോ വരുന്നവർക്കുള്ള ഫലം.
ലഗ്നമായോ ചന്ദ്രരാശിയായോ വരുന്നവർക്കുള്ള ഫലം. ചേർത്തെടുക്കണം. ചിങ്ങൻ രാശിയിൽ ജനിച്ചവർ തീക്ഷ്ണമായ സ്വഭാവക്കാരായിരിക്കും. തീക്ഷ്ണമായ സ്വഭാവക്കാരായിരിക്കും. തടിച്ച താടിയെല്ലും വിശാലമായ മുഖവും. തടിച്ച താടിയെല്ലും വിശാലമായ മുഖവും. പിങ്ങല നിറം അല്ലെങ്കിൽ തേനിന്റെ നിറം അല്ലെങ്കിൽ പിങ്ങല നിറം അല്ലെങ്കിൽ തേനിന്റെ നിറം അല്ലെങ്കിൽ കലങ്ങിയ കണ്ണുകളോട് കൂടിയവരായിരിക്കും. പിങ്ങല നിറം അല്ലെങ്കിൽ തേനിന്റെ നിറം അല്ലെങ്കിൽ കലങ്ങിയ കണ്ണുകളോട് കൂടിയവരായിരിക്കും. കലങ്ങിയ കണ്ണുകൾ എന്നത് ദേഷ്യത്തിന്റെ ലക്ഷണം കൂടിയാണ്. കലങ്ങിയ കണ്ണുകൾ എന്നത് ദേഷ്യത്തിന്റെ ലക്ഷണം കൂടിയാണ്. അടുത്ത ലൈനിൽ എഴുതണം. ഇനി പറയുന്ന അടുത്ത ലൈനിൽ ഈ രാശിയിൽ ജനിക്കുന്നവർക്ക് സന്താനം കുറവായിരിക്കും. ഈ രാശിയിൽ ജനിക്കുന്നവർക്ക് സന്താനം കുറവായിരിക്കും. സന്താനം കുറവായിരിക്കും. സന്താനത്തെ ചിന്തിക്കുന്നത് 5-ാം ഭാവം കൊണ്ടാണ്. സന്താനത്തെ ചിന്തിക്കുന്നത് 5-ാം ഭാവം കൊണ്ടാണ്. സന്താന കാരകൻ വ്യാഴമാണ്. സന്താന കാരകൻ വ്യാഴമാണ്. സന്താനകാരകനായ വ്യാഴത്തിന് 5-ന്റെയും 8-ന്റെയും ആധിപത്യം ചിങ്ങലഗ്നക്കാർക്ക് വരും. 5-ന്റെയും 8-ന്റെയും ആധിപത്യം ചിങ്ങം രാശിക്കാർക്ക് വരും. ചിങ്ങം രാശിക്കാർക്ക് വരും. അതുകൊണ്ടായിരിക്കാം സന്താനദോഷം പറയുന്നത്. അതുകൊണ്ടായിരിക്കാം സന്താനദോഷം പറയുന്നത്. അടുത്ത ലൈനില് ഈ രാശിയിൽ ജനിക്കുന്നവർക്ക് ഉഷ്ണരോഗം. ഈ രാശിയിൽ ജനിക്കുന്നവർക്ക് ഉഷ്ണരോഗം, പല്ല്, അസ്ഥി, കണ്ണ്, പല്ല്, അസ്ഥി, കണ്ണ്, ഉദരം, എന്നിവയ്ക്കൊക്കെ രോഗം പറയാം. എന്നീ ഭാഗങ്ങൾക്ക് രോഗം വരാനിടവരും. എന്നീ അവയവങ്ങൾക്കൊക്കെ രോഗം വരാനിടവരും.
മാനസിക പ്രശ്നങ്ങളും ഉണ്ടാകും. മാനസിക പ്രശ്നങ്ങളും ഉണ്ടാകും. ചിങ്ങം 5-ാം രാശിയാകുന്നതും 5 കൊണ്ട് ഉദരം, മനസ്സ് എന്നിവയെ ചിന്തിക്കുന്നതും കൊണ്ടാണ്. 5 കൊണ്ട് ചിങ്ങം 5-ാം രാശിയാകുന്നതും 5 കൊണ്ട് ഉദരം, മനസ്സ് എന്നിവയെ ചിന്തിക്കുന്നത് കൊണ്ടും ഉദരം, മനസ്സ്, സന്താനം എന്നിവയെ ചിന്തിക്കുന്നത് കൊണ്ടും ആയിരിക്കാം ഇവയ്ക്കൊക്കെ ദോഷം പറയുന്നത്. അടുത്ത ലൈനിൽ ത്യാഗശീലമുള്ളവരും സദാസമയവും മനസ്സിന് ക്ലേശം അനുഭവിക്കുന്നവരുമായിരിക്കും. കണ്ടോ, മനസ്സിനെ വിടുന്നേ ഇല്ല, മനസ്സിനെ കയറി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ സൂര്യന്റെ രാശി ചിങ്ങം 5-ാം രാശി ആയതുകൊണ്ടാണ് മനസ്സിനെ പിടിക്കുന്നത്. അപ്പോൾ ആ കാരകത്വങ്ങൾ അറിഞ്ഞിരിക്കാമെങ്കിൽ കറക്റ്റാക്കി നമുക്ക് പറയാനേ ഉള്ളൂ. അപ്പോൾ എന്തെഴുതിയത്? ത്യാഗശീലമുള്ളവരും സദാസമയം മനസ്സിനെ ക്ലേശം അനുഭവിക്കുന്നവരുമായിരിക്കും. അടുത്ത ലൈനില് സ്ത്രീകളെ ദ്വേഷിക്കുന്ന സ്വഭാവക്കാരായിരിക്കും. മാംസ ആഹാരങ്ങൾ ഇഷ്ടപ്പെടുന്നവരും വനം, പർവ്വതം, പാറക്കെട്ടുകളിൽ താമസിക്കാനും സഞ്ചരിക്കാനും ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും. വനം, പർവ്വതം, പാറക്കെട്ടുകൾ എന്നിവിടങ്ങളിൽ സഞ്ചരിക്കാനും താമസിക്കാനും ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും. താമസിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും. ഇതൊക്കെ രാശിയുടെ അടയാളമായ സിംഹത്തിന്റെ സ്വഭാവമാണ്. സിംഹത്തിന്റെ സ്വഭാവമാണ്. അടുത്ത ലൈനില് ചെറിയ കാര്യങ്ങളെ പോലും മനസ്സിൽ സൂക്ഷിച്ച് വാശി പ്രകടിപ്പിക്കുന്നവരായിരിക്കും.
ചെറിയ കാര്യങ്ങളെ പോലും മനസ്സിൽ സൂക്ഷിച്ച് വാശി പ്രകടിപ്പിക്കുന്നവരായിരിക്കും. വാശി പ്രകടിപ്പിക്കുന്നവരായിരിക്കും. പരാക്രമശാലികളും സ്ഥിരമായ അഭിപ്രായമുള്ളവരും പരാക്രമശാലികളും സ്ഥിരമായ അഭിപ്രായമുള്ളവരും ആത്മാഭിമാനം കാത്തു സൂക്ഷിക്കുന്നവരുമായിരിക്കും. ആത്മാഭിമാനം കാത്തു സൂക്ഷിക്കുന്നവരുമായിരിക്കും. ആത്മാഭിമാനം കാത്തു സൂക്ഷിക്കുന്നവരുമായിരിക്കും. മാതാവിനോട് പ്രത്യേക വിധേയത്വം ഉള്ളവരാണ് ചിങ്ങം രാശിക്കാർ. മാതാവിനോട് പ്രത്യേകം വിധേയത്വമുള്ളവരാണ് ചിങ്ങം രാശിക്കാർ. അത് എടുത്തു പറയേണ്ട സ്വഭാവമാണ്. മാതാവിനോട് പ്രത്യേകം വിധേയത്വമുള്ളവരാണ് ചിങ്ങം രാശിക്കാർ. അപ്പോൾ ഒരു കാര്യം ചോദിക്കണേ, മറുപടി ആരെങ്കിലും പറയണം. നിങ്ങൾക്ക് വേണ്ടി വിട്ടുതരികയാണ്. ഭാര്യയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകില്ല, മാതാവിനോട് സ്നേഹം കൂടുതൽ, അപ്പോൾ എന്തിനു ചാൻസ് ഉണ്ടാവും? എങ്ങനെ? കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവും സാർ. അതായത് ഒരു കുടുംബ പ്രശ്നം വെച്ചു, ഒരു പുരുഷൻ വന്ന് ഒരു കുടുംബ പ്രശ്നം വെച്ചു, ചിങ്ങം രാശി കിട്ടി. അപ്പോൾ നമുക്ക് 2 പോയിന്റ് അതിനകത്ത് വരികയാണ്. ഒന്ന്, കുപ്യതി അകാര്യചിരം, ചെറിയ കാര്യം മതി മനസ്സിനകത്തിട്ട് വാശി സൂക്ഷിക്കുക. അത് നല്ല ക്യാരക്ടറല്ല. സ്ത്രീ ദ്വേഷി, സ്ത്രീയുടെ അടുത്ത് നേരെ പോകില്ല. മാതൃവിധേയോ, അമ്മയുടെ അടുത്ത് സ്നേഹം കൂടുതൽ. അപ്പോൾ ഭാര്യയുടെ അടുത്ത് നേരെ പോകില്ല, അമ്മയുടെ അടുത്ത് സ്നേഹം കൂടുതലും, വാശി സൂക്ഷിക്കുന്നു. അമ്മ പോരുണ്ടാവാൻ ഇനി വേറെ എന്തെങ്കിലും വേണോ? ഹലോ, ആർക്കും മറുപടി ഇല്ല. മറുപടി ചോദിച്ചാൽ പറയണം. പറയുന്നതിന് സാർ പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്, ഞാൻ കേൾക്കുന്നുണ്ട്. കറക്റ്റ് കാര്യം തന്നെയാണ്. ഉണ്ടാകാനിട വരും. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അതെ അതെ, ഇങ്ങനെ ഉണ്ടാകാൻ ഇടവരും. നമ്മൾ പതുക്കെ, അതൊക്കെ നമ്മളൊരു പ്രശ്നം വയ്ക്കുമ്പോൾ, ഒരു കുടുംബ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ചിങ്ങം രാശി കിട്ടിക്കഴിയുകയും ഒരു കാര്യം കൂടെ സൂക്ഷിക്കണം. ഈ സൂര്യൻ വശമില്ലാതെ നിൽക്കുകയും കൂടി വേണം. സൂര്യൻ അനിഷ്ടസ്ഥിതിയും കൂടി സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് പറയാം. ദോഷഫലങ്ങൾ കറക്റ്റാ പറയാം. അമ്മയുടെ അടുത്ത സ്നേഹം കുറച്ച് കൂടുതലാണ് ഇല്ലെന്ന് ചോദിച്ചാൽ, ചിങ്ങം രാശിയിൽ ഇപ്പോൾ നമ്മളൊരു ജാതകം അവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കണം. ചിങ്ങലഗ്നം കൊടുത്തിട്ടുണ്ട്. സൂര്യൻ എവിടെ നിൽക്കണം നോക്കണം. സൂര്യൻ 11 നിൽക്കുന്നത്. ഈ ചിങ്ങം രാശിയിൽ ആരൊക്കെ ദൃഷ്ടി കൊണ്ടെന്ന് നോക്കണം. ചിങ്ങം രാശിയിൽ നിൽക്കുന്നതാര് ഒന്ന് നോക്കിയിട്ട് പറയണം. കേതു. രാഹുവും ചൊവ്വയ്ക്കും അവിടെ ദൃഷ്ടിയുണ്ട്. രാഹുവിന് ദൃഷ്ടിയില്ല, എന്നിരുന്നാലും ഞാൻ വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ജാതകം പറയേണ്ട രീതി പറഞ്ഞുതരാം. ഇതൊരു പ്രശ്നമാകട്ടെ അല്ലെങ്കിൽ ജാതകമാകട്ടെ, പ്രശ്നമാണെങ്കിലും ജാതകമാണെങ്കിലും ഇതേ ഫലം, ഒരേ ഫലം. നമ്മൾ പറഞ്ഞ പോയിന്റുകൾ ഇവിടെ എങ്ങനെ ഇരിക്കും നോക്കണം. കാരണം ചിങ്ങം രാശിയിൽ നിൽക്കുന്നത് ഒരു പാപഗ്രഹമാണ്. അപ്പോൾ നല്ല ഫലങ്ങളൊന്നും കിട്ടൂല. അപ്പോൾ ഇവിടെ പറഞ്ഞ ദോഷഫലങ്ങളൊക്കെ പറയേണ്ടി വരും. ചൊവ്വയുടെയും രാഹുവിന്റെയും ദൃഷ്ടിയാണ് കിടക്കുന്നത്. ചൊവ്വയും രാഹുവാണ് ലഗ്നത്തിൽ ബന്ധപ്പെടുന്നത്.
രാഹുവിന്റെ ദൃഷ്ടി അല്ലെങ്കിൽ കേതുവിന്റെ യോഗം. രാഹുവിന്റെ ദൃഷ്ടി വന്നില്ലെങ്കിൽ കേതുവോടെ നിൽക്കും. രാഹു വന്നു കഴിഞ്ഞാൽ കേതു ഒരു ലഗ്നത്തിലും രാഹു 7-ലും വന്നു. ചൊവ്വയാണ് അവിടെ ദൃഷ്ടി. അപ്പോൾ ഈ പറഞ്ഞ ദോഷഫലങ്ങളെല്ലാം അവിടെ ഉണ്ടാകാൻ ഇടവരും. ചൊവ്വ അഹങ്കാരത്തിന്റെ ആളാണ്. അപ്പോൾ നമ്മളിപ്പോ പറഞ്ഞത് കുപ്യതി അകാര്യചിരം, വാശി മനസ്സിൽ സൂക്ഷിക്കുക എന്നാണ് നമ്മൾ പറഞ്ഞത്. വാശി മനസ്സിൽ സൂക്ഷിക്കുക. ചൊവ്വ അഹങ്കാരത്തിന്റെ ആളാണ്. ആ ചൊവ്വയുടെ ദൃഷ്ടിയും കൂടി ലഗ്നത്തിൽ കിടക്കുമ്പോൾ ഇദ്ദേഹത്തിന് നല്ല ഫലങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇനി സന്താനങ്ങൾക്ക് കുറവ് പറഞ്ഞു ഇല്ലേ? അല്പപുത്ര രാശി എന്നല്ലേ പറഞ്ഞത്? ഹലോ, സാർ അതെ സാർ. അല്പപുത്ര ആ സന്താന സ്ഥാനത്ത് ആര് നിൽക്കണം നോക്കണം. ഒന്നും പറയണം, ആരെങ്കിലും ഒക്കെ പറയണം. അപ്പോഴെങ്ങനെ പറയാം? അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്, നെഗറ്റീവ് പോയിന്റ് കറക്റ്റാ പറയാമല്ലോ. ശനി കുറവിന്റെ ആളാണ്. കുറവ് വരുത്തുക എന്നുള്ളതാണ്. ശ്രിങ്കിങ്, കുറയുക. അപ്പോൾ സന്താനം കുറയുമെന്നുള്ളതിന് ഉറപ്പാണ്. അങ്ങനെ കൂടി നോക്കണം. നോക്കിയിട്ടേ ഒരു ഫലം പറയാവൂ. അപ്പോൾ അതിലേക്കാണ് ഇങ്ങനെ എഴുതി നോട്ട് തരുന്നതിന്റെ ഉദ്ദേശം. ഈ രീതിയിൽ നോട്ട് തരേണ്ട ഉദ്ദേശം അതാണ്. അപ്പോൾ സന്താന കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ സന്താനങ്ങൾ കുറവായിരിക്കും എന്ന് പറയുമ്പോൾ 5-ാം ഭാവത്തിനെയും കൂടി നോക്കിക്കൊള്ളണം. തക്കനെ 5-ാം ഭാവത്തിലേക്ക് കണ്ണുപോടിക്കണം. സന്താനത്തെക്കുറിച്ചാണല്ലോ ഇപ്പൊ നമ്മൾ പറഞ്ഞത്. സന്താനത്തിനെ സൂചിപ്പിക്കുന്നത് 5-ാം ഭാവമല്ലേ? 5-ൽ ആര് നിൽക്കണമെന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ശനി മതി. അപ്പോൾ സന്താനത്തിന് ദുരിതമുണ്ടെന്നുള്ളത് ഉറപ്പായി. കുപ്യതി ആകാര്യത്തില, മനസ്സിൽ വാശി സൂക്ഷിക്കുക, തീക്ഷ്ണമായ സ്വഭാവം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ലഗ്നത്തിനെ നോക്കണം. ലഗ്നത്തിലെ കേതുവും ചൊവ്വയും രാഹുവും എല്ലാം ബന്ധപ്പെട്ടിട്ടുണ്ട്. ലഗ്നാധിപനായ സൂര്യന് ശനിയുടെ ദൃഷ്ടിയും ഉണ്ട്. നോക്കണം. ലഗ്നത്തിന് മാത്രമല്ല, ലഗ്നാധിപന് ശനിയുടെ ദൃഷ്ടിയും കിടക്കുന്നു. അപ്പോൾ ഈ ദോഷഫലങ്ങളെല്ലാം ഉണ്ടാകും. ഇങ്ങനെയാണ്, അതിലേക്കാണ് ഈ രീതിയിൽ എഴുതി തരുന്നത്. അല്ലാതെ ശ്ലോകത്തിൽ പറയുന്നതിന്റെ അർത്ഥം പറഞ്ഞു തന്നിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വല്ലതൊക്കെ പഠിച്ചിട്ട് ഒരു ഉപയോഗവും നിങ്ങൾക്ക് കിട്ടൂല. അതിനെ അനലൈസ് ചെയ്യാനുള്ള വഴിയാണ് പറഞ്ഞു തരുന്നത്. 5-ാം സന്താനത്തിനെ കുറിച്ച് പറയുമ്പോൾ ഉടൻ 5-ാം ഭാവത്തിനെയും വ്യാഴത്തിനെയും പിടിക്കണം. വ്യാഴം ഇവിടെ നിൽക്കണം. വ്യാഴത്തിന് ഒരു കുഴപ്പമില്ല. നോക്കണം, വ്യാഴം നിൽക്കുന്ന നല്ല സ്റ്റഡിയാണ് ഇപ്പുണ്ട്. വ്യാഴത്തിന്റെ കൂടെ ബുധനും ശുക്രനും ഒക്കെ ഉണ്ട്. 3 ശുഭഗ്രഹങ്ങളും കൂടി ചേർന്ന് നല്ല നീറ്റാണ് ഇപ്പുണ്ട്. ഒരു കുഴപ്പമില്ല. പറയത്തക്ക രീതിയിലുള്ള ദോഷങ്ങളൊന്നും വ്യാഴത്തിനില്ല. അത് കേന്ദ്രത്തിൽ നിൽപ്പുണ്ട്. കൂടെ സപ്പോർട്ടിങ് ഗുരു, ശുക്രൻ. നല്ല കർമ്മശുദ്ധിയുള്ള വ്യക്തിയാണ് അയാളെ. കർമ്മമൊക്കെ നല്ല ഭംഗിയാണ് നോക്കുന്നത്. പക്ഷെ ഒരുപാട് ദുരിതങ്ങളും ക്ലേശങ്ങളും ഉണ്ട്. ഇങ്ങനെ എടുക്കണം. അപ്പോൾ ലഗ്നത്തില് പാപബന്ധം വന്നിട്ടുണ്ട്. ലഗ്നാധിപന് പാപബന്ധം, 5-ാം ഭാവത്തിന് ദോഷം. ഇനി 4-ാം അമ്മയെ കുറിച്ച് ചിന്തിച്ചല്ലോ. അമ്മയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വേറെ എന്തിനെ കൂടി നോക്കണം? മാതൃവിധേയോ എന്ന് പറഞ്ഞില്ലേ? മാതൃവിധേയോ. ഹലോ, മാതൃവിധേയം എന്ന് പറയുമ്പോൾ 4-ാം ഭാവത്തിൽ ആരുണ്ടെന്ന് നോക്കണം. 4-ാം ഭാവത്തില് ബുധന്റെ ദൃഷ്ടി, വ്യാഴത്തിന്റെ ദൃഷ്ടി, ശുക്രന്റെ ദൃഷ്ടി. ഇനി എന്ത് വേണം? ചന്ദ്രൻ നോക്കണം. അങ്ങനെ നിൽക്കണം. ചന്ദ്രൻ നല്ല ബലവാനായിട്ട് നിൽപ്പുണ്ട്. സൂര്യനീന് ഒരുപാട് മാറിയാണ് നിൽക്കുന്നത്. ശുക്ലപക്ഷ ചന്ദ്രനാണ്. നവമിയോ ദശമിയോ ഏകാദശിയോ ഒക്കെ വരും. ചന്ദ്രന് പക്ഷബലമുണ്ട്. മാതാവിനെ സൂചിപ്പിക്കുന്ന ഗ്രഹം ചന്ദ്രൻ. മാതൃസ്ഥാനത്ത് നോക്കണം. 3 ശുഭന്മാരുടെ ദൃഷ്ടി മാതൃസ്ഥാനത്ത്. വേറെ ആര് വേണോ ഇനി? അപ്പോഴമ്മയ്ക്ക് സുഖം. ഇനി ഭാര്യയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകില്ല എന്ന് പറയണം. 7 നിൽക്കുന്ന ആരെ നോക്കണം? ഭാര്യയെ സൂചിപ്പിക്കുന്ന രാശി 7 അല്ലേ? നിൽക്കാൻ പാടില്ലാത്തവരൊക്കെ അവിടെ നിൽപ്പുണ്ട്. അപ്പോഴത് ഉറപ്പിക്കാം. ഇങ്ങനെയാണ് ജാതകം അല്ലെങ്കിൽ പ്രശ്നം അനലൈസ് ചെയ്യേണ്ടത്. അതിലേക്കാണ് ഇങ്ങനെ നോട്ട് തന്നത്. നോട്ട് തന്നത് വെറുതെ നോക്കുന്നില്ല. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ 10-15 ബാച്ചാവുന്നു നമുക്ക്. ബാച്ചൊക്കെ നമ്മൾ കൊടുക്കുന്നതും അവർ പഠിച്ചിട്ട് പറഞ്ഞ അഭിപ്രായം അനുസരിച്ചാണ് നോട്ട് തന്നു പോകുന്നത്. സാറേ, 5-ലെ ശനി എന്ന് പറഞ്ഞാൽ കുട്ടികൾ കുറവായിരിക്കുന്നതാണോ, അല്ല അവർക്ക് അസുഖങ്ങളോ പ്രശ്നമോ ഉണ്ടാകുന്നതാണ്? അതുകൊണ്ടാവാം. സന്താനം കിട്ടാതെ വരാം. കിട്ടുന്നത് ലേറ്റാ. ശനി ലേറ്റിന്റെ ആളാണ്. സന്താനത്തിന്റെ എണ്ണം കുറവിന്റെ ആളാണ്. ലേറ്റിന്റെ ആളാണ്.
അങ്ങനെയൊക്കെ വരാം. പക്ഷേ 5-ാം ഭാവപതിക്ക് നല്ല ബലമുണ്ട്. സന്താനകാരകനും ബലമുള്ളതുകൊണ്ട് കിട്ടാതിരിക്കില്ല. പാവം മാത്രം നോക്കിയാൽ പോരാ, പാവപതിയും കാരകനെയും നോക്കണം. പാവപതി നല്ല ബലം, 2 ശുഭന്റെ ഇടയിലാണ് നിൽക്കുന്നത്. പാവപതി വ്യാഴം, കാരകനും വ്യാഴം. അതിന് നല്ല ബലമുണ്ടുകൊണ്ട് സന്താനം കിട്ടാതിരിക്കില്ല. ഒരു പാവം മാത്രം നോക്കിയാൽ പോരാ. പാവത്തിൽ ശനി നിൽക്കുന്നു, അതൊരു ദോഷം തന്നെ. പാവപതിയും കാരകനെയും ഒക്കെ നോക്കുമ്പോൾ അത് നല്ല പോസിറ്റീവ് ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് സന്താനം കിട്ടും. താൽക്കാലികമായിട്ടുള്ള ബുദ്ധിമുട്ട് ചിലപ്പം കുറെ ലേറ്റാകും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സന്താനം നഷ്ടപ്പെട്ട് പോകാൻ ഇടവരാം, അബോഷനായി പോവുകയോ അങ്ങനെയൊക്കെ വരാം. എന്തായാലും ശനിയുടെ ജോലി ചെയ്യണം, അത് വിടൂല്ല. ശനിയുടെ ജോലി ചെയ്യും, വ്യാഴത്തിന്റെ ജോലിയും ചെയ്യും. കിട്ടാതെ പോകില്ല, എന്തെങ്കിലും ദോഷം. ഇനി ഇദ്ദേഹത്തിന്റെ കൗണ്ടർ പാർട്ടിനെയും കൂടി നോക്കണം. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ജാതകവും കൂടി നോക്കിയിട്ടേ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അതും കൂടി നോക്കണം. ഇതൊന്നും അറിഞ്ഞുകൂടാതെയാണ് നമ്മൾ ചാടിക്കയറി വല്ലതൊക്കെ വിളിച്ച് പറയുന്നത്. എല്ലാം നോക്കിയിട്ടേ പറയാവൂ. സാർ ഒരു സംശയമുണ്ട് സാർ. അതായത് സാർ 4-ാം ഭാവത്തിലേക്ക് 3 ശുഭന്മാരുടെ ദൃഷ്ടി ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ഗുളിക ഭവനാധിപനായതുകൊണ്ട് അതിനെ എന്ത് ബാധിക്കും? അത് ഗുളിക ജാതകത്തിലാണെങ്കിൽ ഗുളികന് വലിയ സ്ഥാനമൊന്നും കൽപ്പിക്കേണ്ട. പ്രശ്നത്തിൽ അത് വലിയ പ്രശ്നമാണ്. ജാതകത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ചുമ്മാ വിളിച്ച് പോകുന്നതാണ്. പ്രശ്നമാർഗത്തിലാണ് ഈ ഗുളികനെ പറയുന്നത്. ഗുളികൻ എന്ന് പറയുന്ന സാധനം നമ്മൾ കോരയിൽ എവിടെ പറയുന്നത്? ഗുളികനെ വെച്ചിട്ട് ഫലം എവിടെ കോരയിൽ പറയുന്നത്? കോരയിലൊന്നും പറയുന്നില്ല. ഗുളികനെ വെച്ചിട്ട് ജാതകത്തിൽ പ്രശ്നത്തിൽ സ്ഥാനമുണ്ട്. പറയുന്ന സ്ഥലങ്ങളൊക്കെ വേറെ ബുക്കുകളുണ്ട്, അതൊക്കെ നമുക്കറിയാം. അത്രത്തോളം വലിയ പ്രാധാന്യമൊന്നും കൽപ്പിക്കണ്ട. ഗുളികൻ നിന്ന് 2-ൽ നിന്നാൽ കുഴപ്പം, വാക്കിന് കുഴപ്പം, അങ്ങനെ കുഴപ്പം. ഗുളികൻ ഒരു ഗ്രഹമല്ല, ശനിയുടെ അംശമാണ്. അത് ശനിക്ക് പൈശാചിക ശക്തിയുടെയും പ്രേതത്തിന്റെ കാരകത്വം ഉള്ളതുകൊണ്ട് ആ കാരകത്വത്തിന് ഗുളികന് കൊടുത്തിട്ടുണ്ട്, അത്ര തന്നെ. ഓക്കെ സാർ, താങ്ക് യു. ഇങ്ങനെ പോണം. ഇപ്പോൾ ഈ പറഞ്ഞ വിഷയത്തിന് നിങ്ങൾക്ക് എഴുതണോ? ഈ ജാതകത്തിന്റെ അനലൈസിങ് എഴുതണമോ അതോ അടുത്തല്ല പോട്ടോ? ആവശ്യമുണ്ടോ? ഈ ജാതകത്തിന്റെ അനലൈസിങ് ഇപ്പം പറഞ്ഞ വിഷയം എഴുതണോ എന്ന് ചോദിച്ചു. വേണം. അപ്പൊ ഈ ജാതകത്തിനെ പെട്ടെന്ന് എഴുതിക്കൊള്ളി. എക്സാമ്പിൾ ഹൊറോസ്കോപ്പ് എന്നിട്ട് എഴുതിക്കൊള്ളു. എക്സാമ്പിൾ ഹൊറോസ്കോപ്പ്. നമ്മൾ ഗ്രഹനില പറയണോ? നിങ്ങൾക്ക് നോക്കി എഴുതാമല്ലോ. നോക്കി പെട്ടെന്ന് എഴുതണം. ഓരോ ഗ്രഹത്തിനും ഓരോ രാശി പഠിക്കുമ്പോഴും നമുക്ക് ഓരോ എക്സാമ്പിളും കൂടി പോലെ പഠിച്ചു പോകുന്നതാണ് നല്ലത്. എഴുതിയോ? എഴുതിയോ? ലഗ്നം ചിങ്ങം. ലഗ്നം ചിങ്ങം. ലഗ്നത്തിൽ കേതു, രാഹു, ചൊവ്വയുടെ യോഗദൃഷ്ടികളുണ്ട്. ലഗ്നത്തിൽ ചൊവ്വ, രാഹു, കേതു എന്നിവരുടെ യോഗ ദൃഷ്ടികളുണ്ട്. കേതു നിൽക്കുന്നു, ബാക്കിയുള്ളവരുടെ ദൃഷ്ടി. ലഗ്നാധിപനായ സൂര്യന് ശനിയുടെ ദൃഷ്ടി. ലഗ്നാധിപനായ സൂര്യന് ശനിയുടെ ദൃഷ്ടി. ലഗ്നത്തെ കൊണ്ട് ചിന്തിക്കേണ്ട ദോഷഫലങ്ങൾ കൂടുതലായിരിക്കും. ലഗ്നത്തെ കൊണ്ട് ചിന്തിക്കേണ്ട
ദോഷഫലങ്ങൾ കൂടുതലായിരിക്കും. അതായത് അകാരണമായി വാശി സൂക്ഷിക്കുക, അകാരണമായി വാശി സൂക്ഷിക്കുക, തീഷ്ണത, തീഷ്ണത, അകാരണമായി വാശി സൂക്ഷിക്കുക, തീഷ്ണത, പല്ല്, കണ്ണ്, അസ്ഥി, വയറ് സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവുക, പല്ല്, കണ്ണ്, അസ്ഥി, ഉദര സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവുക, എന്നിവയ്ക്കൊക്കെ സാധ്യതയുണ്ടാകും. സാധ്യതയുണ്ടാകും. അടുത്ത ലൈനിൽ 7 ചൊവ്വയും രാഹുവും നിൽക്കുന്നത് കൊണ്ട് ഭാര്യയുമായി ഇണങ്ങിപ്പോകാത്ത പ്രകൃതമുണ്ടായിരിക്കും. ഭാര്യയുമായി ഇണങ്ങിപ്പോകാത്ത പ്രകൃതമുണ്ടായിരിക്കും. പ്രകൃതമുണ്ടായിരിക്കും. അടുത്ത് 5-ൽ ശനി നിൽക്കുന്നത് കൊണ്ട് സന്താനങ്ങളുടെ കുറവ് പറഞ്ഞതിന് സാധ്യതയേറും. 5-ൽ ശനി നിൽക്കുന്നത് കൊണ്ട് സന്താനങ്ങളുടെ കുറവ് പറഞ്ഞതിന് സാധ്യത കൂടും. സാധ്യത കൂടും. 5-ൽ ശനി നിൽക്കുന്നത് കൊണ്ട് സന്താനങ്ങളുടെ കുറവ് പറഞ്ഞതിന് സാധ്യത കൂടും. എന്നാൽ 5-ാം ഭാവപതിയും കാരകനുമായ വ്യാഴം ബലവാനും, 5-ാം ഭാവപതിയും കാരകനുമായ വ്യാഴം ബലവാനും 2 ശുഭന്മാരുടെ കൂടി നിൽക്കുകയും ചെയ്യുന്നതുകൊണ്ട് സന്താനം കിട്ടാതിരിക്കുകയില്ല. അതുപോലെ ചന്ദ്രൻ ബലവാനും 4-ാം ഭാവത്തിൽ 3 ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും ഉള്ളതുകൊണ്ട് ചന്ദ്രൻ ബലവാനും 4-ാം ഭാവത്തിൽ 3 ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും ഉള്ളതുകൊണ്ട് 3 ശുഭന്മാരുടെ ദൃഷ്ടിയും ഉള്ളതുകൊണ്ട്, ഗ്രഹമല്ല, 3 ശുഭന്മാരുടെ ദൃഷ്ടിയും ഉള്ളതുകൊണ്ട് മാതൃസുഖം നന്നായിരിക്കും. മാതൃസുഖം ഉണ്ടായിരിക്കും. മതി, കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ ഡിറ്റർമിൻ ചെയ്തു. ഇങ്ങനെ ഇതിലേക്കാണ് ഇങ്ങനെ നോട്ട് തരുന്നതിൻ്റെ ഉദ്ദേശം. അത് വെച്ച് നമുക്ക് കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ നിങ്ങൾ ഈ ട്രാക്കിലെത്തും. ഈ രാശി ഇത്രയും 12 രാശിയും പഠിച്ച് 9 ഗ്രഹവും പഠിച്ച് തീരുമ്പോൾ നിങ്ങൾ ആ ട്രാക്കിലെത്തും. ഇപ്പോഴും പേടിക്കണ്ട, ആരും പേടിക്കണ്ട, കറക്റ്റാ എത്തും. സാറേ ഒരു സംശയം. അതെ, സാറേ ഇതില് 11-ല് രവി ഉള്ളത് കൊണ്ട് ഈ അസുഖങ്ങൾ ഉണ്ടായാലും മാറും എന്ന് നമുക്ക് പറയാൻ പറ്റുമോ?
11 നിൽക്കുക എന്ന് പറയുമ്പോൾ അഭീഷ്ടസിദ്ധി സ്ഥാനത്ത് അവിടെ ശനിയുടെ ദൃഷ്ടി കൂടെ കിടക്കുകയില്ലേ? ശനി 6-ാം ഭാവപതിയാണ്, രോഗം കൊടുക്കേണ്ട ആളും കൂടെയാണ്. ലഗ്നത്തിന് സ്ട്രോങ് ആയിട്ടുള്ള പാപബന്ധം വന്നു കഴിഞ്ഞു. രാഹു കേതുക്കളാണ് ലഗ്നത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത്. പിന്നെ കേന്ദ്രത്തിൽ 3 ശുഭന്മാർ കിടപ്പുണ്ട്. ആയുസൊക്കെ ദീർഘം, ആയുസിനൊന്നും ഒരു കുഴപ്പവുമില്ല. എന്ത് രോഗം വന്നാലും ലക്ഷം ദോഷാൽ ഹന്തി ദേവേന്ദ്ര പൂജയെ കേന്ദ്രം പ്രാപ്തോ ദൈത്യമന്ത്രി തദർത്ഥം വീര്യോപേദക സോമപുത്ര തദർത്ഥം ചാന്ദ്രം വീര്യം വീര്യബീജം ഗ്രഹണം. ചന്ദ്രന് ബലം വേണം, ഒരു പോയിന്റ്, ആദ്യത്തെ പോയിന്റ്. എന്നിട്ട് വ്യാഴം കേന്ദ്രത്തിൽ നിന്നാൽ ലക്ഷം ദോഷം കനിപ്പിക്കാൻ കഴിയും. ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ അതിന്റെ പകുതി, വ്യാഴത്തിന്റെ പകുതി ദോഷം കനിപ്പിക്കും. ബുധൻ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെയും പകുതി കനിപ്പിക്കും. ഇവിടെ ബുധനും വ്യാഴവും ശുക്രനും ഒക്കെ കേന്ദ്രത്തില് ചന്ദ്രന് ബലമുണ്ട്. എന്ത് ദോഷം വന്നാലും അതൊക്കെ മറികടന്ന് പോകാൻ ഇദ്ദേഹത്തിന് കഴിയും എന്ന് പറഞ്ഞാൽ കറക്റ്റ്. ഈ പറഞ്ഞ ശ്ലോകം നോക്ക്, വ്യാഴം പഠിക്കുമ്പോൾ പഠിക്കാം. ലക്ഷം ദോഷാൽ ഹന്തി ദേവേന്ദ്ര പൂജയെ കേന്ദ്രം പ്രാപ്തോ ദൈത്യമന്ത്രി തദർത്ഥം വീര്യോപേദക സോമപുത്ര തദർത്ഥം ചാന്ദ്രം വീര്യം വീര്യബീജം ഗ്രഹാണാം. ചന്ദ്രന് ബലം വേണം, ഒരു പോയിന്റ്. വ്യാഴം കേന്ദ്രത്തിൽ നിന്നാൽ ലക്ഷം ദോഷത്തിന് കനിപ്പിക്കുന്നതാണ്. ഗുരു നോക്കിൽ കോടി ദോഷം തീർന്നിടും, മലയാള പ്രമാണമാണ്. ഗുരുവിന്റെ ദൃഷ്ടി ഉണ്ടെങ്കിൽ കോടി ദോഷം തീർക്കാനുള്ള കഴിവ് വ്യാഴത്തിനുണ്ടെന്നാണ്. ഇനി ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ വ്യാഴത്തിന്റെ പകുതി കഴിവ് ശുക്രനുണ്ട്, ശുക്രന്റെയും പകുതി കഴിവ് ബുധനുണ്ട്. ഇവിടെ 3 പേരും കൂടി നിൽപ്പുണ്ട്, പിന്നെ ഇനി എന്ത് വേണം? അതാണ് ഒരു പ്രധാന പോയിന്റ്. ഇപ്പൊ ക്ലിയർ ആയോ? ശരി. ഇനി അടുത്ത് വെസ്റ്റേൺ സിസ്റ്റം, വെസ്റ്റേൺ അസ്ട്രോളജി പറയുന്ന ഒരു ചില പോയിന്റുകൾ കൂടി പഠിക്കണം. ഈ ചിങ്ങൻ രാശിയുടെ പ്രത്യേകതകൾ വെസ്റ്റേൺ അസ്ട്രോളജിയിൽ പറയുന്നുണ്ട്. അതായത് അതിൽ പറയുന്നത് അപ്പിയർ ടു ബി ബോൾഡ് ബട്ട് ടിമിഡ് ഇൻസൈഡ് എന്ന് പറയുന്നുണ്ട്. ധൈര്യവാനായിട്ട് തോന്നിക്കും, പക്ഷെ ഉള്ളിൽ ഭയം ഉണ്ടാവും. അത് ഈ സിംഹത്തിന്റെ സ്വഭാവമല്ലേ? നമ്മൾ കണ്ടിട്ടില്ല, ഈ ടി വിയിലൊക്കെ കണ്ടിട്ടില്ല, വാട്സപ്പിലും നമ്മൾ ഇതിലൊക്കെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടില്ലേ? ഒരു സിംഹം ഉണ്ടെങ്കിൽ 2 പോത്ത് തിരിഞ്ഞു നിന്ന് കൊടുത്ത, കാട്ടുപോത്ത് തിരിഞ്ഞു നിന്ന് കൊടുത്താൽ അത്ര തന്നെ. കുത്തി മലത്തണ കണ്ടിട്ടില്ലേ? തിരിഞ്ഞോടും. 2 പോത്ത് അങ്ങോട്ട് സിംഹം വരുമ്പോൾ 2 പോത്ത് അതിനെ തുരത്താൻ വേണ്ടെന്ന് കഴിഞ്ഞാൽ തിരിഞ്ഞോടും. അപ്പിയർ ടു ബി ബോൾഡ്, അത് മനസ്സിലാക്കിക്കണം. ചിങ്ങൻ രാശിക്കാരുടെ സ്വഭാവമാണ് അപ്പിയർ ടു ബി ബോൾഡ് ബട്ട് ടിമിഡ് ഇൻസൈഡ്. ധൈര്യവാനെ പോലെ കാണും, പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ ഭയം ഉണ്ടായിരിക്കും. അത് വ്യക്തമായിട്ടുള്ള ഒരു സ്വഭാവമാണ്. മനസ്സിൽ ധൈര്യം പ്രകടിപ്പിക്കും, എന്നാൽ ഉള്ളിൽ ഭയം ഉണ്ടായിരിക്കും. അടുത്ത് പറയുന്ന ഒരു സ്വഭാവമാണ് അബ്സല്യൂട്ട്ലി പ്യുവർ മൈൻഡ് എന്നാണ്. പരിശുദ്ധമായ മനസ്സാണ്. അത് ഇല്ലെന്ന് പറയാനേ പറ്റൂല. ആരെയും ചതിക്കണമെന്നോ വഞ്ചിക്കണമെന്നുള്ള താല്പര്യമേ ഉണ്ടാവില്ല. അബ്സല്യൂട്ട്ലി പ്യുവർ മൈൻഡ്. സുപ്രിമേസി ഓവർ കിങ്ഡം, ആളുകളെ ഭരിക്കുന്ന സ്വഭാവം. വീട്ടിൽ കറുപുറ പറഞ്ഞാലും വെളിയിലിറങ്ങിയ നല്ല പ്രസിദ്ധനായിരിക്കും. ആൾക്കാരുടെ നേതാവാനൊക്കെ പാടല മുണ്ടുമുടുക്കനായിരിക്കും. അധികാര സ്ഥാനത്തേക്കൊക്കെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര താല്പര്യം ഉണ്ടാവും. സുപ്രിമേസി ഓവർ കിങ്ഡം, റൂളിംഗ് ദി പീപ്പിൾ, ജനങ്ങളുടെ ഇടയിലെ സ്ഥാനം, ജനങ്ങളെ ഭരിക്കുക, രാജകാര്യങ്ങളിൽ ഇടപെടുക, പൊളിറ്റിക്സിലൊക്കെ ഇടപെടുക, ഇതൊക്കെ ഇവരുടെ സ്വഭാവമാണ്. അപ്പിയർ ടു ബി ബോൾഡ് ബട്ട് ടിമിഡ് ഇൻസൈഡ്, ധൈര്യവാനെ പോലെ പ്രകടിപ്പിക്കും, എന്നാൽ മനസ്സിൽ ഭയമുണ്ടാകും. അധികാര സ്ഥാനങ്ങൾക്ക് ഭയങ്കര താല്പര്യം ഉണ്ടാകും. സുപ്രിമേസി ഓവർ കിങ്ഡം, ഭരിക്കുക, ആളുകളെ ഭരിക്കുക. പിന്നെ വൈഫ് ഫ്രം ഡ്യൂട്ടി ബൗണ്ടഡ് ഏരിയ, അത് ഒരു പല ആൾക്കാരിലും കണ്ടിട്ടുള്ളതാണ്. ഇവരുടെ ഭാര്യമാര് അല്ലെങ്കിൽ ഭർത്താവ്, സ്ത്രീ ആണെങ്കിൽ അവരുടെ ഭർത്താവ്, പുരുഷനാണെങ്കിൽ ആ പുരുഷന്റെ ഭാര്യ, ഇവരെക്കാളും കുടുംബകാര്യങ്ങളിൽ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. അതിന്റെ റീസൺ എന്തെന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു നോക്കണം. ഇവരുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് കുടുംബകാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നവരായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇവർ വെളിയിലൊക്കെ ഇറങ്ങി നടക്കും, കുടുംബം പുലർത്തുന്ന അത്രയും ഇവരുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവായിരിക്കും കൂടുതൽ താല്പര്യം. വൈഫ് ഫ്രം ഡ്യൂട്ടി ബൗണ്ടഡ് ഏരിയ, അവർ ഡ്യൂട്ടി ബൗണ്ടഡ് ആയിരിക്കും. കുടുംബകാര്യങ്ങൾ, മക്കളെയും
കുടുംബകാര്യമൊക്കെ പോറ്റുന്നതിൽ കൂടുതൽ താല്പര്യം അവർക്കായിരിക്കും. അതിന്റെ റീസൺ എന്ന് പറയാമോ? ഇതിന്റെ 7ാം ഭാവം ആര്? കുംഭം. ശനിയല്ലേ? കുംഭം, ശനി. ശനി ഹാർഡ് വർക്കിങ്ങിന്റെ ആളാണ്. ശനിയൊക്കെ 10ൽ നിന്ന് കൊടുത്താൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അവരൊക്കെ. ശനി ഹാർഡ് വർക്കിന്റെ ഗ്രഹമാണ്. ശനി 10ൽ നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് ഒരു മാസം 1 ലക്ഷം രൂപ ശമ്പളം കിട്ടണമെങ്കിൽ 1 ലക്ഷത്തിനും ജോലി ചെയ്യേണ്ടി വരും. വൈറ്റ് കോളർ ജോബൊന്നും നടക്കില്ല. നന്നായിട്ട് അധ്വാനശീലമുള്ളവരായിരിക്കും. അതാണ് അതിന്റെ റീസൺ. ശനി മൂലത്രികോണ രാശിയായിട്ട് വരുന്നത് കുംഭത്തിനാണ്. അതുകൊണ്ടാണ് ചിങ്ങത്തിനെ പിടിച്ചത്. വൈഫ് ഓർ ഹസ്ബൻഡ് ഫ്രം ഡ്യൂട്ടി ബൗണ്ടഡ് ഏരിയ, അല്ലെങ്കിൽ തൻ്റെ കൗണ്ടർ പാർട്ട്, തൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് കുടുംബകാര്യങ്ങളിൽ ഉത്തരവാദിത്വം കൂടിയ ആളായിരിക്കും. അബ്സല്യൂട്ട്ലി പ്യൂർ, സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ്. പിന്നെ ഇനി ഒരു പ്രത്യേകതയുണ്ട്. ഐഡിയാസ് ഇൻ എമർജൻസി പീരിയഡ്, ന്യൂ ഐഡിയാസ് ഇൻ എമർജൻസി പീരിയഡ്. അത്യാവശ്യം വരുമ്പോൾ നല്ല ഐഡിയ ടക്കനെ വന്നിരിക്കും അവർക്ക്. ഒരു കുരുങ്ങി നിൽക്കുമ്പോൾ കറക്റ്റ് ഐഡിയ ആരും പറഞ്ഞു കൊടുക്കണ്ട, അപ്പോൾ വന്നിരിക്കും ഇവിടെ കുടുങ്ങിൽ വന്ന്. അത്യാവശ്യ കാലഘട്ടങ്ങളിൽ ശരിയായ ദിശയിലേക്കുള്ള അഭിപ്രായം അവർക്കുണ്ടാകും. അല്ലെങ്കിൽ ന്യൂ ഐഡിയാസ് ഇൻ എമർജൻസി പീരിയഡ്. എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് കുരുങ്ങി നിൽക്കുമ്പോൾ ടക്കന അഭിപ്രായം ഉണ്ടാവും, ഒരു ഇത് കിട്ടും. അതൊക്കെ സൂര്യന്റെ പ്രത്യേകതയാണ്. ന്യൂ ഐഡിയാസ് ഇൻ എമർജൻസി പീരിയഡ്. ഇനി ഒരു സ്വഭാവം കൂടിയുണ്ട്. അൺനെസസറി എക്സ്പെൻഡിച്ചർ ഡ്യൂ ടു നെഗ്ലിജൻസ്. പൈസ ഭയങ്കരമായിട്ട് പിശുക്കും, ഇവരറിയാതെ പോവുകയും ചെയ്യും. ഭയങ്കര പിശുക്കും. അറിയാത്ത രീതിയിൽ ഇവര് ശ്രദ്ധിക്കാത്ത രീതിയിൽ വേസ്റ്റ് ചെലവും ഉണ്ടാവും. അൺനെസസറി എക്സ്പെൻഡിച്ചർ, അതാണ് കറക്റ്റ്, ഇംഗ്ലീഷ് വേർഡാണ് കറക്റ്റ്. അൺനെസസറി എക്സ്പെൻഡിച്ചർ ഡ്യൂ ടു നെഗ്ലിജൻസ്. നെഗ്ലിജൻസ് എന്ന് വെച്ചാൽ ശ്രദ്ധിക്കാതെ, വളരെ ഒരു താല്പര്യക്കുറവായിട്ട് വന്നിട്ട് പൈസ കാര്യമായി പിശുക്ക് കാണിക്കുകയും ചെയ്യും. ആവശ്യമില്ലാത്ത കാര്യത്തിന് ശ്രദ്ധിക്കാതെ പൈസ ചെലവാകുകയും ചെയ്യും. ഇതൊക്കെ വെസ്റ്റേൺ അസ്ട്രോളജിയിൽ പറയുന്നതാണ്. അതെല്ലാം കറക്റ്റാണ്, കറക്റ്റ് പോയിന്റുകളാണ്. ഒരു ജാതകം എഴുതുമ്പോൾ ചിങ്ങൻ രാശിയിൽ ജനിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ കൂടി എഴുതി വെച്ചു കൊടുത്താൽ നല്ല നീറ്റായിരിക്കും. ഇപ്പൊ നമ്മൾ പഠിച്ചത് അബ്സല്യൂട്ട്ലി പ്യുവർ മൈൻഡ്, പരിശുദ്ധമായ മനസ്സായിരിക്കും. അതിനൊരു പ്രത്യേകതയുണ്ട്. സൂര്യന് ഒരു പ്രത്യേകതയുണ്ട്. ചന്ദ്രൻ 15 ദിവസം പോസിറ്റീവ്, 15 ദിവസം നെഗറ്റീവ്. ബാക്കിയുള്ള ഗ്രഹങ്ങൾക്കൊക്കെ വക്രഗതിയുണ്ട്. വക്രഗതി എന്ന് വെച്ചാൽ അറിയാമല്ലോ, തിരിഞ്ഞു കറങ്ങും പോലെ തോന്നുന്നത്. നേരെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് തിരിഞ്ഞു കറങ്ങുക, വക്രഗതി എന്ന് പറയും. വക്രം അല്ലെങ്കിൽ റിട്രോഗ്രേഡ് മോഷൻ. ചന്ദ്രൻ 15 ദിവസം പോസിറ്റീവ്, 15 ദിവസം നെഗറ്റീവ്. സൂര്യൻ ഇതൊന്നുമില്ല, ഒരൊറ്റ പോക്കാണ്, ഒരു റൊട്ടേഷൻ. സൂര്യൻ അവിടെയാണ് നിൽക്കുന്നത്, പക്ഷെ ഭൂമിയാണ് ചുറ്റുന്നത്. ശരിയാണ്. എന്നാലും നമ്മൾ പറയുമ്പോൾ സൂര്യൻ ചലിക്കുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതാണ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കും. ആരെയും ചതിക്കണമെന്നോ വഞ്ചിക്കണമെന്നുള്ള താല്പര്യം ഉണ്ടാവില്ല. സ്ട്രെയിറ്റ് ഫോർവേഡ്, അബ്സല്യൂട്ട്ലി പ്യുവർ മൈൻഡ്. ധൈര്യവാനെ പോലെ തോന്നും, എന്നാൽ മനസ്സിനുള്ളിൽ ഭയം ഉണ്ടാവും. തൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന് തന്നേക്കാൾ കൂടുതൽ കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകും. പൈസയ്ക്ക് നല്ല പിശുക്ക് ഉണ്ടാവുകയും ചെയ്യും, എന്നാൽ ശ്രദ്ധിക്കാത്ത രീതിയിൽ ചെലവ് വരികയും ചെയ്യും. അത്യാവശ്യ കാലഘട്ടങ്ങളിൽ പുതിയ ഐഡിയ അല്ലെങ്കിൽ പുതിയ അഭിപ്രായം മനസ്സിനകത്ത് തോന്നുന്ന സ്വഭാവക്കാരായിരിക്കും. ഇതൊക്കെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. ഇത്രയും കൂടി ഒന്ന് എഴുതാമോ? എഴുതാം സാർ. എഴുതാം. ചിങ്ങം രാശിയുടെ മറ്റ് പ്രത്യേകതകൾ.
ധൈര്യവാനെ പോലെ കാണുന്നെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ ഭയമുണ്ടായിരിക്കും. ധൈര്യവാനെ പോലെ കാണുന്നെങ്കിലും മനസ്സിനുള്ളിൽ ഭയമുണ്ടായിരിക്കും. മനസ്സിനുള്ളിൽ ഭയമുണ്ടായിരിക്കും. എന്നാൽ പരിശുദ്ധ മനസ്സുള്ളവരും നേർഗതിയിൽ ചിന്തിക്കുന്നവരുമായിരിക്കും. നേർഗതിയിൽ ചിന്തിക്കുന്നവരുമായിരിക്കും. തൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയുള്ളവരായിരിക്കും. തൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയുള്ളവരായിരിക്കും. കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയുള്ളവരായിരിക്കും. ഇതിന് കാരണം ചിങ്ങത്തിന് 7-ാം ഭാവപതി ശനിയാണ്. ചിങ്ങത്തിന് 7-ാം ഭാവപതി ശനിയാണ്. ശനി കഠിനാധ്വാനത്തിന്റെ ഗ്രഹമാണ്. ശനി കഠിനാധ്വാനത്തിന്റെ ഗ്രഹമാണ്. പിശുക്കനാണെങ്കിലും ആവശ്യമില്ലാതെയും ശ്രദ്ധയില്ലാതെയും പണം ചെലവാക്കുന്ന സ്വഭാവം ഉണ്ടാകും. പിശുക്കനാണെങ്കിലും ആവശ്യമില്ലാതെയും ശ്രദ്ധയില്ലാതെയും പണം ചിലവാക്കേണ്ടി വരും. പണം ചിലവാക്കേണ്ടി വരും. ആവശ്യമില്ലാതെയും ശ്രദ്ധയില്ലാതെയും പണം ചിലവാക്കേണ്ടി വരും. അത്യാവശ്യ കാലഘട്ടങ്ങളിൽ പുതിയ ഐഡിയ ഉണ്ടാകും. അത്യാവശ്യ കാലഘട്ടങ്ങളിൽ പുതിയ ഐഡിയ ഉണ്ടാകും. അപ്പൊ ഇതാണ് സൂര്യനെ കുറിച്ച് നമ്മൾ ചിങ്ങൻ രാശിയെ കുറിച്ച് ഒരുവിധമുള്ള കാര്യം നമ്മൾ പഠിച്ചു. ഇതിനെ വീട്ടിൽ വെച്ച് വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് വായിച്ചു നോക്കി, ആ ഹോരാശാസ്ത്രം കൂടെ എടുത്ത് വെച്ചൊന്ന് വായിച്ചു നോക്കണം. നോക്കി വായിക്കാമെന്നുണ്ടെങ്കിൽ വലിയ ഉപകാരം ഉണ്ടാവും. ഇനി ഓരോ ഭാവത്തിലും സൂര്യൻ നിന്നാലുള്ള ഫലം ഉണ്ട്. അത് വേണമോ? പറയണോ? അത് എളുപ്പത്തിൽ ബുദ്ധിമുട്ടൊന്നും വിചാരിക്കണ്ട, എളുപ്പത്തിൽ പറഞ്ഞുതരാം. ശ്ലോകമൊന്നും ആരും പഠിക്കണമെന്നുള്ള ആവശ്യമില്ല. പക്ഷേ ഈ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. സ്ത്രീ ദ്വേഷി, അത് പഠിക്കാൻ എന്തെങ്കിലും പാടുണ്ടോ? മാതൃവിധേയോ പഠിക്കാൻ എന്തെങ്കിലും പാടുണ്ടോ? തീഷ്ണ പഠിക്കാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഇങ്ങനെയുള്ള പോയിന്റുകളെ പിടിച്ചു വെച്ചേക്കണം. അപ്പോൾ നമ്മളിങ്ങനെ പറയണം, സിംഹരാശിയെ കുറിച്ച് പറയുമ്പോൾ സ്ത്രീ ദ്വേഷി എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ഡിതന്മാർക്ക് മനസ്സിലാകും. കാരണം അയാൾ ഹോര വായിച്ചിട്ടുണ്ട്. അതാണ് ആ പോയിന്റ് മാത്രം. ഇടയിൽ കയറി ഒരു പോയിന്റ് വലിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാര്യം തറവെന്നർത്ഥം.
തറവായ ഒരാളിന് മാത്രമേ ഇടയിൽ കയറി ഒരു വാകിനെ വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. മാതൃവിധേയോ സ്ത്രീദ്വേഷി എന്നാണ് രാശി പറയുന്നത് എന്ന് പറഞ്ഞാൽ ക്ലിയർ. അതുപോലെ കുപ്യരി അകാര്യ ചിരം, പെട്ടെന്ന് വാശി സൂക്ഷിക്കുക. രോഗം എന്താണ്? ചിങ്ങൻ രാശിയെ കൊണ്ട് എന്തൊക്കെ രോഗമാണ്? ശത്രുഷ്ണ ഉദര ദന്ത മാനസരുച, അങ്ങനെയൊക്കെ പഠിച്ചു വച്ചിക്കാന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇനി സൂര്യൻ ഓരോ പാവത്തിലും നിന്നാലുള്ള ഫലം, ഇത് ഹോരയിലെ 18-ാമത്തെ അധ്യായത്തിന്റെ തുടക്കം മുതലാണ്. ഹോരയിലെ 18-ാമത്തെ അധ്യായത്തിന്റെ തുടക്കം മുതലാണ് വരുന്നത്. നമുക്ക് ശകലം നോക്കുമ്പോൾ സമയമായി. നിർത്തണോ? 10:30 9:30 നിർത്തണോ? അതോ 5 മിനിറ്റ് കൂടി നോക്കാമോ? 5 മിനിറ്റ് കൂടി നോക്കാം സാർ. 5 മിനിറ്റ് കൂടി നോക്കാം, നോക്കിയിട്ട് നിർത്താം. ചിലർക്ക് വീട്ടിൽ എന്തെങ്കിലും അത്യാവശ്യങ്ങളുണ്ടാകും, അതാണ് മക്കളെ കാര്യം. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ശൂര സ്തപ്തോ വികല നയനോ നിർക്കൃണോ അർക്കതനുസ്തേ മേഷേ സസ്വതിമിര നയന സിംഹസംസ്ഥേ നിശാന്ത നീജോ അന്തസ്വ അസ്വ ശശിഗ്രഹതേ ബുദ്ബുധാക്ഷ പതങ്കേ ഭൂരിദ്രവ്യോ നിർഭകൃതന്നോ വക്രരോഗി ദുരിയേ. അതായത് ലഗ്നത്തിൽ സൂര്യൻ നിന്നാൽ ശൂര സ്തപ്തോ വികല നയനോ നിർക്കൃണോ അർക്കതനുസ്തേ. തനു എന്ന് വെച്ചാൽ ശരീരം. തനുസ്തേ, തനുഭാവം എന്ന് പറഞ്ഞാൽ ലഗ്നം. ലഗ്നത്തിന് പറയാൻ മറ്റൊരു പേരാണ് തനുഭാവം എന്ന് പറയും. ലഗ്നഭാവം എന്ന് പറയുന്നതിന്റെ മറ്റൊരു നാമമാണ് തനുഭാവം. തനു എന്ന് വെച്ചാൽ ശരീരം, ശരീരത്തിനെ സൂചിപ്പിക്കുന്നതാണ് ലഗ്നം. ലഗ്നത്തിൽ സൂര്യൻ നിന്നാൽ ശൂരത്വം ഉണ്ടാകും. ശൂര. സ്തപ്തം എന്ന് വെച്ചാൽ യുദ്ധഭയമില്ലാത്ത, ആരെയും ഭയപ്പെടില്ല. വികല നയനോ, വന്നത് കണ്ടോ? കണ്ണിനെ വിളിച്ചു വികല നയന, കണ്ണിന് രോഗമുണ്ടാവും. കണ്ണിന് രോഗമുണ്ടാവും എന്ന് പറയേണ്ട കാര്യം, സൂര്യന് കണ്ണിന്റെ കാരകത്വമുണ്ട്. കണ്ണിനെ വിടുന്നില്ല, കണ്ണിനെ വിളിച്ചിട്ടുണ്ട്. വികലനോ നിർക്കൃണോ, ഭയമില്ലാത്ത അവസ്ഥ. അർക്കതനുസ്തേ, അർക്കൻ സൂര്യൻ ലഗ്നത്തിൽ നിന്നാൽ ശൂരത്വം ഉണ്ടാകും, യുദ്ധഭയമില്ലായ്മ, കണ്ണിന് രോഗം, ഭയമില്ലാത്ത അവസ്ഥ, ഇതൊക്കെ പറയാം. ഭയം ഉണ്ടാവില്ല. പിന്നെ ഈ സൂര്യന്റെ ബലവും കൂടി നോക്കണം. അത് അടുത്ത് പറയുന്നുണ്ട്. ശൂര സ്തപ്തോ വികലനയനോ നിർക്കൃണോ അർക്കതനുസ്തേ. ശൂരത്വം, സൂര്യൻ ലഗ്നത്തിൽ സൂര്യൻ നിന്നാൽ ശൂരത്വം ഉണ്ടാകും, യുദ്ധഭയം ഉണ്ടാവുകയില്ല, ആരെയും ഭയപ്പെടില്ല, ഭയമില്ലാത്ത അവസ്ഥ, കണ്ണിന് രോഗമുണ്ടാകും. ഇതാണ് പറയുന്നത്. എന്നിട്ട് ഇനി എപ്പോഴും നിങ്ങൾ ചോദിക്കും, ഒരു ചോദ്യം നമുക്ക് പെട്ടെന്ന് മനസ്സിനകത്ത് വരും. സൂര്യൻ ലഗ്നത്തിൽ നിന്നാൽ ആരെയും ഭയപ്പെടില്ല, കണ്ണിന് രോഗം പറയാം, ശൂരത്വമൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞല്ലോ. ഈ സൂര്യൻ മേടത്തിലെ സൂര്യൻ നിന്ന് ലഗ്നത്തിൽ വന്നു കഴിഞ്ഞാൽ മേടം സൂര്യന്റെ ഉച്ചരാശി, ഇടവം ശത്രുക്ഷേത്രം, മിഥുനവും സമരാശി എന്നൊക്കെ പറയാം, കർക്കടകം ബന്ധുക്ഷേത്രം, ചിങ്ങം സ്വക്ഷേത്രം, തുലാം എന്നിട്ട് നീചം. ഇവിടെ എല്ലായിടത്തും നിന്നാൽ ഒരേ ഫലം കിട്ടുമോ എന്നുള്ളൊരു ചോദ്യം പെട്ടെന്ന് മനസ്സിലാക്കി വരും. വരൂലേ? വരുമോ വരില്ലയോ? വരും. സൂര്യൻ ലഗ്നത്തിൽ നിന്നാൽ ഉള്ള ഫലമാണ് പഠിച്ചത്. ലഗ്നത്തിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ സൂര്യന്റെ ഉച്ചരാശിയുണ്ട്, സ്വക്ഷേത്രമുണ്ട്, ബന്ധുക്ഷേത്രമുണ്ട്, ശത്രുക്ഷേത്രമുണ്ട്, നീചരാശിയുണ്ട്. ഇവിടെ എല്ലായിടത്തും നിന്നാലും ഒരേ ഫലമൊന്നും വരില്ല. അതിനെയാണ് ആചാര്യൻ അടുത്ത് പറയുന്നത്. അപ്പോൾ ശൂര സ്തപ്ത വികലനയനോ നിർക്കൃണോ അർക്കതനുസ്തേ. സൂര്യൻ തനുഭാവം ലഗ്നത്തിൽ നിന്നാൽ ഭയമുണ്ടാവുകയില്ല, ആരെയും ഭയപ്പെടാത്ത അവസ്ഥ, കണ്ണിന് രോഗം, പിന്നെ ഭയമില്ല, ശൂരത്വം എന്നിവ ഉണ്ടാകും. മേഷേ സസ്വ തിമിര നയന. മേട ലഗ്നവും ലഗ്നത്തിൽ സൂര്യനും വന്നു കഴിഞ്ഞാൽ ധനമുണ്ടാകും, കണ്ണിന് തിമിരവും ബാധിക്കും. തിമിരം ബാധിക്കുക എന്ന് വെച്ചാൽ കാലക്രമേണ വരും. കുട്ടിയായിരിക്കുമ്പോൾ തിമിരമൊന്നും വരില്ല. കാലക്രമേണ തിമിരം ബാധിക്കും, നല്ല ധനവും ഉണ്ടാവും. അപ്പോൾ നെഗറ്റീവ് എഫക്റ്റ് വളരെ കുറവല്ലേ പറയുന്നത് അവിടെ. കാലക്രമേണ, കാലാന്തരത്തിൽ കണ്ണിന് തിമിരം ഉണ്ടാകാം, നല്ല സമ്പത്തും ഉണ്ടാകും. വേറെ ദോഷമൊന്നും പറയണ്ട. ആദ്യം പറഞ്ഞ ദോഷമൊന്നും ഇവിടെ പറയണ്ട. ആദ്യം ജനറലായിട്ടാണ് ആദ്യം പറഞ്ഞത്.
എന്താണ് ഭയമുണ്ടാവില്ല, ആരെയും ഭയപ്പെടുന്ന സ്വഭാവക്കാരല്ല, ശൂരത്വം ഉണ്ടാകും. പിന്നെ വേറെ എന്താണ്, നയനരോഗം ഉണ്ടാകും എന്ന് ആദ്യം പറഞ്ഞു. 2, മേടലഗ്നവും ലഗ്നത്തിൽ സൂര്യനും വന്നാൽ, അപ്പോൾ മേടലഗ്നവും ലഗ്നത്തിൽ സൂര്യൻ വെച്ചാൽ സൂര്യൻ ഉച്ചം വരുമ്പം പവർ കൂടുതലാകുമ്പോൾ ദോഷം കുറയും, ബലം കൂടുമ്പോൾ ദോഷം കുറയും. അപ്പോൾ ധനം ഉണ്ടാകും. പിന്നെ കാലക്രമേണ പ്രായാധിക്യം ഉണ്ടാകുമ്പോൾ തിമിരവും ബാധിക്കും. അത് പിന്നെ ഉള്ളത് തന്നെ, എല്ലാവർക്കും വരുന്നത് തന്നെ. ഈ മേടലഗ്നവും ലഗ്നത്തിൽ സൂര്യൻ വരുമ്പോൾ സൂര്യൻ എത്രാം ഭാവപതിയാണ്? ആറ്. 5. 9. 5. മേടലഗ്നം വരുമ്പോൾ സൂര്യൻ 5ാം ഭാവപതിയല്ലേ? 9 ഭാവതി. 5 മേടലഗ്നത്തിന് മേടം, ഇടവം, മിഥുനം, കർക്കടകം, ചിങ്ങം. ചിങ്ങം ഒപ്പം പഠിച്ചതല്ലേ ഉള്ളൂ. ചിങ്ങം 5ാം ഭാവപതിയിലെ, മേടത്തിന് 5ാം ഭാവപതിയില്ലേ സൂര്യൻ? അതെ സാർ. 5ാം ഭാവപതിയായ ഗ്രഹം പാപനായിരുന്നാലും ശുഭന്റെ ഫലം തരുമെന്നാണ്. 5ഉം 9ഉം പാപനായിരുന്നാലും ശുഭന്റെ ഫലം തരും. അപ്പോൾ മേടലഗ്നക്കാരന് സൂര്യൻ ഉച്ചമാണ്, 5ാം ഭാവപതിയാണ്. അതുകൊണ്ടാണ് നല്ല ഫലം പറഞ്ഞത്. ഇങ്ങനെ പഠിക്കണം. പഠിച്ചാൽ സംശയം തീർന്നു പോകും. അതുകൊണ്ടാണ് ആചാര്യൻ നല്ല ഫലം അവിടെ പറഞ്ഞു. 1, മേടലഗ്നക്കാരന് 5ാം ഭാവപതിയാണ്. 5ാം ഭാവപതിയായ ഗ്രഹം പാവനായിരുന്നാലും അത് ശുഭന്റെ ഫലം തരും. ഒരിടത്ത് പറയുന്നുണ്ട് ശുഭപതി എന്ന് പറയുന്നുണ്ട് 9ാം ഭാവപതിയെ. 9ാം ഭാവപതി പാവനായിരുന്നാലും ശുഭഫലം തരും. അപ്പോൾ മേഷേ സസ്വ തിമിരനയന സിംഹ സംസ്ഥ നിശാന്ത, ചിങ്ങം രാശി ലഗ്നമായിട്ട് വന്നിട്ട് അവിടെ സൂര്യൻ നിന്നാൽ മാലക്കണ്ണിന്റെ അസുഖം ഉണ്ടാവും, രാത്രി കണ്ണ് കാണാൻ കഴിയാത്ത അസുഖം. അപ്പോൾ ആദ്യത്തേനേക്കാളും കടുപ്പം കൂടിയോ കുറഞ്ഞോ? ഇപ്പോഴ് മേടത്തിൽ പറഞ്ഞതിനേക്കാളും കൂടിയോ കുറഞ്ഞോ? കൂടി. കാര്യം എന്താണ് പറഞ്ഞു നോക്കി. മേടത്തിൽ ഉച്ചമാകുമ്പോൾ ഫുൾ പവർ, സ്വക്ഷേത്രത്തിന് പകുതി പവറേ ഉള്ളൂ, പകുതി ബലമേ ഉള്ളൂ. അപ്പോൾ ദോഷം കൂടി, മാലക്കണ്ണിന്റെ അസുഖം ഉണ്ടാവും. ചിങ്ങ ലഗ്നവും ലഗ്നത്തിൽ സൂര്യൻ നിന്നാൽ മാലക്കണ്ണ്, രാത്രി കണ്ണ് കണ്ടുകൂടാത്ത അസുഖം. സിംഹ സംസ്ഥ നിശാന്ത, നീജോ അന്തോ അസ്വ. സൂര്യൻ നീചത്തിൽ നിൽക്കുകയും അവിടെ ലഗ്നം വരികയും ചെയ്താൽ, നീചത്വം എന്ന് വെച്ചാൽ എവിടെ? തുലാ ലഗ്നവും ലഗ്നത്തിൽ സൂര്യൻ എന്നാൽ കണ്ണ് കാണാൻ തന്നെ കഴിയില്ല എന്നാണ്. അപ്പോൾ അങ്ങേ അറ്റത്തെ ദോഷമായി. ധനം ഉണ്ടാവുമില്ല. മേടത്തിന്റെ നേരെ വിപരീതം. മേടത്തിന് ധനം ഉണ്ടാകും, ഭാവിയിൽ തിമിരം ഉണ്ടാകുന്നു. ഇവിടെ രാത്രിയല്ല പകലല്ല, കണ്ണ് കാണാനും കഴിയൂല, ധനം ഉണ്ടാവുമില്ല എന്ന് പറഞ്ഞു. അത് ശശിഗ്രഹതേ പറഞ്ഞത് ഒന്നുകൂടി പറയാമോ സാറേ? ചിങ്ങലഗ്നവും ലഗ്നത്തില് സൂര്യൻ വന്ന് രാത്രി കണ്ണ് കാണാൻ കഴിയാത്ത അവസ്ഥ, നിശാന്ത, രാത്രി കണ്ണ് കാണാൻ കഴിയാത്ത അവസ്ഥ, മാലക്കണ്ണെന്ന് പറയും. നൈറ്റ് ബ്ലൈൻഡ്നെസ്, ഇംഗ്ലീഷിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയും. സാറ് നേരത്തെ തന്ന ജാതകത്തിൽ അങ്ങനെയല്ല സാറല്ലേ? അതില് ലഗ്നത്തിൽ സൂര്യൻ ഇല്ലല്ലോ. ഇല്ല സോറി. 11 നിൽക്കുന്നത്. അതെ സാർ. അതല്ല, അതിൽ വരില്ല. ഇവിടെ സൂര്യൻ ഓരോ പാപത്തിലും വന്നാലുള്ള ഫലമാണ് പഠിക്കുന്നത്. സൂര്യൻ ലഗ്നത്തിൽ നിൽക്കുന്ന ഒരു ജാതകം എങ്ങനെ വരുമെന്നുള്ളതിന്റെ അനലൈസിങ് ആണ്. ഇനി ശശിഗ്രഹത്തെ ബുധാക്ഷപതങ്ക. ശശിഗ്രഹം എന്ന് വെച്ചാൽ എന്താണ്? ശശിയുടെ ഗ്രഹം ഏത്? ശശി ചന്ദ്രൻ. ചന്ദ്രന്റെ ഗ്രഹം കർക്കടകം. കർക്കടകത്തിൽ നിന്നാൽ പിന്നെ പോളക്കണ്ണിന്റെ അസുഖം, കണ്ണ് തള്ളി നിൽക്കുന്ന ഒരു അസുഖം, കണ്ണ് തള്ളി നിൽക്കുന്ന അസുഖം ഉണ്ടാകുന്ന, ഇത്രയും പറഞ്ഞിട്ട് ഇപ്പം നിർത്താം. പോളക്കണ്ണിന്റെ അസുഖം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ സൂര്യൻ ഉച്ചത്തിൽ നിന്നാലുള്ള ഫലം പറഞ്ഞു, സ്വക്ഷേത്രത്തിൽ നിന്നുള്ള പറഞ്ഞു, നീചത്തിൽ നിന്നുള്ള പറഞ്ഞു. കർക്കടകത്തിനെ വിളിച്ച എന്തിനാണ്? കർക്കടകം സ്വക്ഷേത്രമല്ല, ഉച്ചമല്ല, മൂലത്രികോണമല്ല, നീചമല്ല. പിന്നെ എന്തിന് കർക്കടകത്തിനെ വിളിച്ചത്?
മേടം ഉച്ചമായോണ്ട് പറഞ്ഞു, ചിങ്ങം സ്വക്ഷേത്രമായോണ്ട് പറഞ്ഞു, തുലാം നീചമായോണ്ട് പറഞ്ഞു. കർക്കടകത്തിന് എന്താണ് ബന്ധം? കർക്കടകത്തിൽ നിന്ന് കഴിഞ്ഞാൽ പോളക്കണ്ണിന്റെ അസുഖം ഉണ്ടാവും, കണ്ണ് ഉണ്ടക്കണ്ണ് തള്ളി വരുന്ന അസുഖം. കർക്കിടകം സൂര്യന്റെ നീചക്ഷേത്രം ആയതുകൊണ്ടായി. ബന്ധുക്ഷേത്രം, വെരി ഗുഡ്, ബന്ധുക്ഷേത്രമായതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ കർക്കടകത്തിന് പറഞ്ഞതുപോലെ മറ്റ് ബന്ധുക്ഷേത്രങ്ങൾക്കും പറയാം. ഇത്രയുമേ ആചാര്യൻ പറഞ്ഞിട്ട് ബാക്കി തള്ളിയിട്ടങ്ങ് പോയി. അങ്ങനെയാണ് പറയാനുള്ളത്. കർക്കടകത്തിന് പറഞ്ഞതുപോലെ വൃശ്ചികത്തിന് പറയാം, ധനുവിന് പറയാം, മീനത്തിന് പറയാം. ഇനി ശത്രുക്ഷേത്രത്തിന് പറയുന്നത് നീചത്തിന് പറഞ്ഞതിന് ഏകദേശം അടുപ്പിച്ച് പറയാം. നീചം കഴിഞ്ഞാലാണ് ശത്രുക്ഷേത്രം കഴിഞ്ഞാണ് നീചം വരുന്നത്. ഉച്ചം, മൂലത്രികോണം, സ്വക്ഷേത്രം, ബന്ധുക്ഷേത്രം, അത് കഴിഞ്ഞ് ശത്രുക്ഷേത്രം, നീചം. ശത്രുക്ഷേത്രത്തിന് നീചത്തിന് പറഞ്ഞതിന് ഏകദേശം അടുപ്പിച്ച് പറയാം. അങ്ങനെ നമ്മൾ എടുത്തുകൊള്ളണം എന്നാണ് ആചാര്യൻ ഉദ്ദേശിക്കുന്നത്. അതാണ് 4 രാശിയെക്കുറിച്ച് പറഞ്ഞിട്ട് ബാക്കിയുള്ളതിനെ വെട്ടിച്ചു പോയത്. ചന്ദ്രന് പറഞ്ഞ പോലെ ബന്ധുക്ഷേത്രത്തിന് പറയാം, നീചത്തിന് പറഞ്ഞതിനും സ്വക്ഷേത്രത്തിന് പറഞ്ഞതിനും ഇടയിലുള്ള ഒരു തീരുമാനത്തില് ശത്രുക്ഷേത്രത്തിന് പറയാം. ഇത്രയൊന്ന് എഴുതാമോ? അത് അടുത്ത ക്ലാസ്സിൽ എഴുതിയാൽ മതിയോ? ഒന്നുകൂടി പറഞ്ഞിട്ട് എഴുതിയാൽ മതിയോ? അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒന്നുകൂടെ പറഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞ് നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും, ക്ലിയറായി. ഓക്കെ, അടുത്ത വെള്ളിയാഴ്ചയാണ് അടുത്ത ക്ലാസ്. എല്ലാവരും അറ്റൻഡ് ചെയ്യണം. ഒന്ന് വായിക്കണം. അതൊരു കാര്യം ചെയ്യേണ്ടത്, വരുന്നതിന് ക്ലാസ് തുടങ്ങുന്നതിന് മുൻപായിട്ട് ഒരു 4 മണിക്കൂറിന് മുൻപ് റെഡി ആയിട്ട് ഒന്ന് വായിച്ചാൽ മതി. ഒന്ന് വായിച്ച് മനസ്സിലാക്കി വച്ചു കഴിഞ്ഞാൽ തിരിച്ചും 2-4 പ്രാവശ്യം വായിക്കുമ്പോൾ പിന്നെ മറക്കൂല. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ശുഭരാത്രി. ഓക്കെ, നമസ്തേ സാർ. താങ്ക് യു.